ചാമ്പ്യൻസ് ലീഗിലെ ഫൈനലിലെ കംബാക്ക് എന്ന് പറഞ്ഞാൽ പറയാം. അതിനൊപ്പം പീറ്റർ ഡ്യൂറിയുടെ കമന്ററി ജീനിയസ്. മെസ്സിയുടെ ആ ഗോളിന് തികച്ചും സിമിലർ ആയിട്ട് മറഡോണ അടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ ആഴ്സങ്ങറൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണേണ്. എല്ലാ മലയാളി ഫുട്ബോൾ ഫാൻസിനും എക്സ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയില് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയാനുണ്ടായി, PSG-ക്കെതിരെ ബാഴ്സലോണ നടത്തിയ 6-1 കംബാക്കാണ് ലോകം എന്താ പറയുക കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഫുട്ബോളിങ് കംബാക്ക് എന്ന്. എനിക്ക് ഒറ്റ കേസേ പറയാനുള്ളൂ, നീ ഒരു ബാഴ്സലോണ ഫാൻ ആയതുകൊണ്ട് മാത്രമാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2014 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ലിസ്ബൺ സ്റ്റേഡിയത്തിൽ പോർച്ചുഗലിൽ നടക്കുന്ന മാച്ചിൽ അത്ലറ്റിക്കോ മെഡ്രിഡും റയൽ മെഡ്രിഡും കളിക്കുന്ന ആ മത്സരത്തിൽ 93-ാം മിനിറ്റ് വരെ അത്ലറ്റിക്കോ മെഡ്രിഡ് കപ്പ് പൊക്കിയെന്നും പറഞ്ഞ് അന്നുണ്ടായ എല്ലാ ഫാൻസും, ലോകത്തുള്ള എല്ലാ ക്ലബ്ബുകളുടെ ആരാധകരും ഒരേപോലെ റയലിൻ്റെ തോൽവി കണ്ട് സന്തോഷിക്കാൻ നിന്ന സമയം 93-ാം മിനിറ്റിൽ എൽ ക്യാപിറ്റാനോ സെർജിയോ റാമോസിൻ്റെ മനോഹരമായ ഹെഡറിലൂടെ അന്ന് സങ്കടപ്പെടുത്തിയ ആൾക്കാരുടെ കാര്യം അത് ആലോചിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും ആനന്ദവും ഉണ്ടല്ലോ. 93-ാം മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞത് 2014 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ 93-ാം മിനിറ്റിൽ 1-0 നിന്ന കളി 1-1 ശേഷം വീണ്ടും 3 ഗോള് ഗാരത്ത് ബെയ്ല്, മാർസെല്ലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ 4-1 ആ ഒരു കളി ഫൈനലിൽ കംബാക്ക് നടത്തി കപ്പടിച്ചതിൻ്റെ അത്രയൊന്നും വരൂല നിങ്ങളൊരു ക്വാർട്ടറിൽ നടത്തിയ PSG പോലുള്ള ഒരു സാധാ ടീമിനെ പോലെ നടത്തിയ കംബാക്ക് ഒന്നും. പിന്നെ അതിനുശേഷം പറയാനാണെങ്കിൽ കംബാക്കിൻ്റെ പര്യായം റയൽ മെഡ്രിഡ് ആണ്. നിങ്ങൾക്ക് ബാഴ്സലോണക്ക് പറയാൻ ഒരു ഒറ്റ കംബാക്കേ ഉള്ളൂ, റയലിനെ എടുത്തു കഴിഞ്ഞാൽ ഒന്നീ നിൽക്കൂല. സോ നിങ്ങൾ പറയുമ്പോൾ അനുസരിച്ച് പറയാണ്ട് വീരവാദം കൊണ്ട് ടാഗ് ലൈനും കൊടുക്കാൻ നിൽക്കരുത്. ഏറ്റവും വലിയ കംബാക്ക് എന്ന് സൈലൻസ്. എനിക്ക് പറയാൻ പോയിന്റ് ഒറ്റ ചോദ്യം. ഫസ്റ്റ് ലെഗില് 4 ഗോൾ അടിച്ചിട്ട് സെക്കൻഡ് ലെഗില് അധികം ഗോൾ അടിച്ചേക്കണം ബാഴ്സലോണ വേറെ ടീമുകളുണ്ട്. ഫസ്റ്റ് ലെഗിൽ 4 അടിച്ചിട്ട് സെക്കൻഡ് ലെഗില് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 4 കേസ് ഒന്നും എനിക്കറിയാം. നിങ്ങൾ ഇനി മറ്റേ 3 റൊണാൾഡോ ഇതടിച്ച കഥ പറയാണ്ട് 4 ഗോളിന് സെക്കൻഡ് ലെഗില് അധികം ഗോൾ അടിച്ചിട്ട് ലിവർപൂള് പണ്ട് അല്ല അതാ പറഞ്ഞ ഇസ്താൻബുൾ അതൊക്കെ ഒറ്റ ലെഗിന്റെ മാച്ചസ് ആണ്. പക്ഷെ ചാമ്പ്യൻസ് ലീഗിലെ ഫൈനലിലെ കംബാക്ക് എന്ന് പറഞ്ഞാൽ പറയാം. പക്ഷെ ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗില് ഒരു ടീം 4 ഗോൾ അടിച്ചിട്ട് അതിന് സെക്കൻഡ് ലെഗില് അതിൽ കൂടുതൽ ഗോൾ അടിച്ച് ജയിച്ചേക്കാൻ ബാഴ്സലോണ വേറെ ടീമില്ല. 4 ഗോൾ അടിച്ച കേസ് ഞാൻ അങ്ങനെ എണ്ണിയിട്ടില്ല, കാരണം ഞങ്ങൾക്ക് പറയാനില്ല. ഞാൻ പറയട്ടെ, പറയട്ടെ ഈ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് ഒറ്റ കംബാക്ക് നടത്തിയത് കൊണ്ട് ഞങ്ങൾ എത്ര കംബാക്ക് അങ്ങനെ നടത്തിയിരുന്നു ഞങ്ങൾക്ക് ഓർമ്മ. ഞങ്ങൾ കുറെ കംബാക്ക് നടത്തിയിട്ടുള്ളതുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഞങ്ങൾ കംബാക്ക് എടുത്തു ആരും വിചാരിച്ചില്ല, ലിവർപൂളിനെതിരെ ഞങ്ങൾ കംബാക്ക് എടുത്തു ആരും വിചാരിച്ചില്ല. വൂൾസ്ബർഗിനെതിരെ അവിടുത്തെ കോച്ച് ഒരു പ്രസിദ്ധമായ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ലെഗിൽ നിങ്ങൾ റയലിനെ എങ്ങനെ തകർക്കൂന്ന്, ഇത്ര ഗോളിന് ലീഡ് നിൽക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ എന്ത് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ കോച്ച് പറഞ്ഞിരുന്ന പെനാൾട്ടി ബോക്സിൻ്റെ അടുത്ത് ആരെങ്കിലും വെച്ച് മാർക്ക് ചെയ്താൽ പോരുന്നു. ആ കളി 3-0 ക്രിസ്ത്യാനോ ഒരു ഹാട്രിക് അടിച്ചൊരു കംബാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്ലറ്റിക്കോ മെഡ്രിഡിനെതിരെ 2-0 അത്ലറ്റിക്കോ ജയിച്ചതിന് ശേഷം അത്ലറ്റിക്കോ ഫാൻസ്, കോച്ചസ് എല്ലാവരും വലിയ വലിയ ഡയലോഗ് അടിച്ചപ്പോൾ ക്രിസ്ത്യാനോ പറഞ്ഞ കേസ് ഉണ്ട്, അടുത്ത കളി ആ 3 ഒടിക്കും, അതേപോലെ തന്നെ കംബാക്ക് നടത്തുന്നു. നീ പറഞ്ഞു നെയ്മർ PSG-ക്കെതിരെ മാച്ചിൽ 2 അടിച്ച് കംബാക്ക് നടത്തുന്നു, അതേപോലെ ക്രിസ്ത്യാനോ പറഞ്ഞു 3 അടിക്കുന്നു. ആ 3 അടിച്ചതിന് ശേഷം ക്രിസ്ത്യാനോ അത്ലറ്റിക്കോനെതിരെ ഇതിങ്ങനെ കാണിക്കുന്ന സാധനമുണ്ട്. കംബാക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എണ്ണൂല്ല. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മല മറിച്ചിട്ടുണ്ട് അല്ല, റയൽ ഈ പറഞ്ഞതുപോലെ വൂൾസ്ബർഗിന്റെ കംബാക്ക് എടുത്ത്, സിറ്റിക്കെതിരെ കംബാക്ക് എടുത്തിട്ടുണ്ട്, ലിവർപൂളിനെതിരെ കംബാക്ക് എടുത്തിട്ടുണ്ട്, ചെൽസിക്കെതിരെ കംബാക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്നും നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ നിങ്ങൾ വലിയ കൊമ്പന്മാരാണ്. റയൽ സമ്മതിച്ച് ഞാൻ എന്താ ഫസ്റ്റ് ലെഗിൽ 4 ഗോൾ അടിച്ച സെക്കൻഡ് ലെഗിൽ അധികം ഗോൾ അടിച്ചാൽ ഒരു ടീമില്ല ചരിത്രത്തില്. ഉറപ്പാണ്. ഇനി സെർച്ച് ചെയ്ത് നോക്കി ഇത്രയും കൊല്ലം ലിവർപൂൾ അടിച്ചത് ഇസ്താംബൂള് 2004-2005 ആ ഒരു സീസൺ ആയിരിക്കും. അത് ആ ഒരു ഫൈനലിൽ നടത്തിയ ഫൈനലിലെ കംബാക്ക് ആണ്. ഫസ്റ്റ് ഹാഫില് ഓപ്പോസിറ്റ് ടീം 3 ഗോൾ അടിച്ച് സെക്കൻഡ് ഹാഫില് 3 അടിച്ച് കളി ഫൈനല് ഡ്രോ ആക്കി, അതിന്റെ ഷൂട്ട് ഔട്ടില് ജയിച്ചു. അതാ ഒരു കംബാക്കാണ് ഈ പറഞ്ഞ പോലെ. അല്ലാണ്ട് ഞാൻ പറഞ്ഞ നിങ്ങളുടെ അണ്ണനോ റെയിലോ നടത്തിയിട്ടില്ല ഞാൻ പറയല്ല. ബെസ്റ്റ് റെമോണ്ടാഡ അത് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ആ അത്യാവശ്യം വീഡിയോ റെമോണ്ടാഡെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നുണ്ട് 4-1 കേസ് തന്നെ. അപ്പോഴും ഞാൻ പറയണ്, ഞാൻ കേസ് പറയട്ടെ, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞപ്പോ
ഓക്കെ എല്ലാം ഓക്കെ പക്ഷെ റീച്ച് കയറിയപ്പോ പ്രിപ്പയർ അങ്ങനെ വിട്ടാ ശരിയാവില്ല. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ റയൽ തോറ്റുന്ന ആ സമയം ആ ടീമിന്റെ റയലിൽ ഒരു സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സും ഇല്ല. സിറ്റി ആ സമയം നോക്കി കഴിഞ്ഞാൽ അത്രക്കും ടോപ്പായിട്ട് ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ടീമാണ്. ആ ടീമിനെതിരെ സിറ്റി 2 ഗോൾ പിന്നെ അടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ലീഡ് ചെയ്ത് നിൽക്കണ സമയം, തോറ്റെന്ന് വിചാരിക്കണ സമയം, ആഞ്ചലോട്ടി ഒരു പ്രതീക്ഷയില്ലാത്ത റോഡ്രിഗോനെ ഇറക്കി വിട്ടിട്ട് 2 അടിച്ച് പിന്നെയും തിരിച്ചു വന്ന ഒരു കമ്പാക്ക് ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഇഷ്ടം പോലെ ഇവന് സപ്പോർട്ട് ചെയ്യാൻ വേറെ കാര്യം ഇവന് പറഞ്ഞു കൊടുക്കാം. ഞങ്ങള് ജയിച്ചെന്ന് ഉറപ്പിച്ച 2 കളി കമ്പാക്കിൽ തോറ്റിട്ടുണ്ട്. ഒന്ന് ലിവർപൂളായിട്ട് 3-0 ജയിച്ചു എന്നിട്ട് ആ കളി ലിവർപൂൾ 4 അടിച്ചില്ലേ സെക്കൻഡ് ലെഗിൽ? സെക്കൻഡ് ലെഗിൽ 4 അടിച്ച്. ഇത് ഫസ്റ്റ് ലെഗിൽ 4 അടിച്ചിട്ടാണ് തിരിച്ച് 6 അടിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ കഥ. നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പറയണം, അല്ലാണ്ട് കറക്റ്റ് 4 ഉണ്ടാവും. തോൽവികൾ പറഞ്ഞ റോമക്കെതിരെ എനിക്ക് ഓർമ്മയുണ്ട്, മനോലാസ് മറ്റേ ഹെഡർ അടിച്ചിട്ടത്, അതും തോൽപ്പിച്ച്. തോൽവികൾ പറയാൻ കൂടുതലുണ്ട്, പക്ഷെ 4 ഗോൾ അടിച്ച് സെക്കൻഡ് ലെഗിൽ അധികം ഗോൾ അടിച്ചാണ് ഞാൻ പറഞ്ഞത്. ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ അറിയാലോ, ബാഴ്സണിൽ ചെത്താൻ പറഞ്ഞ റയലിന് ഇഷ്ടപ്പെടില്ല ഫാൻസ് ഇളകി. അല്ല ഇളക്കോ ഇതൊന്നുമല്ല ഞങ്ങൾ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ എല്ലാം മറക്കണ വലിയ സംഭവം പോലെയാണ് അതിനെ കുറിച്ച് പറയണത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോ കൊള്ള വെച്ച് കൂടുതല എന്തെങ്കിലും കിട്ടും. ആ സമയത്ത് കിട്ടുമ്പോഴും എനിക്ക് കമ്പാരിസൺ നിങ്ങൾ ചെയ്തു തന്നെ. കാരണം റയൽ അടിച്ച അത്ലറ്റിക്കോ ടീമിനെ നോക്കിക്കോ, റയൽ അടിച്ച സിറ്റിനെ നോക്കിക്കോ, ചെൽസീനെ നോക്കിക്കോ, ലിവർപൂളിനെ നോക്കിക്കോ. ആ സമയത്ത് PSG എന്ന് പറഞ്ഞാൽ എത്ര കളിക്കാരുണ്ട്? ഒരു കവാണിയുണ്ട്, ഒരു ഇബ്രാഹിമോവിച്ച് ഉണ്ട്, വേറെ 1000 ഉണ്ട് ആ ടീമില്. ബാഴ്സ അന്നത്തെ ടീം എടുത്ത് കഴിഞ്ഞാൽ നെയ്മർ, സ്വാറസ്, മെസ്സി ഉള്ള കളിക്കാർ മൊത്തം ഉണ്ട്. ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ടീം ഒരു പക്ഷെ ബാഴ്സ തന്നെയായിരിക്കും. അപ്പോ അത് വെച്ച് ഞാൻ ഇതിന്റെ ചർച്ചയാക്കള ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പോട്ടെ, നിങ്ങൾക്ക് ഇത്ര വിഷമാവെന്ന് അറിയാറ് ഞാൻ പറയൂലായിരുന്നു. നിനക്ക് ഇത്ര വിഷമെന്ന് അറിയാൻ ഞാൻ പറയൂലായിരുന്നു. പോട്ടെ പോട്ടെ. ഇപ്പൊ പറഞ്ഞല്ല കംബാക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞില്ല കംബാക്കിന്റെ പര്യായം റയൽ മാഡ്രിഡ് ആണ്. അത് ആരും അവകാശപ്പെടാൻ പറഞ്ഞില്ല. ഞാൻ സമ്മതിച്ചു നോക്കി. ചെൽസിയുടെ വരാൻ നിക്കണ്ട, ചെൽസിക്ക് ഞങ്ങൾ തന്നതാണ്. ഇപ്പൊ സമ്മതിച്ചല്ല കംബാക്ക്, റയൽ മാഡ്രിഡ് സമ്മതിച്ചല്ല. അവര് ബാർസലോണക്ക് ഉണ്ടായ ഒരു ചെറിയൊരു മൊമെന്റ്. അല്ല അതൊരു വലിയ മൊമെന്റ് അതിനെ അംഗീകരിക്കുന്നുണ്ട്. ആ സീസൺ അവർ കപ്പ് പിടിച്ച് വലിയ മൊമെന്റ് തന്നെയായിരുന്നു. ആ സീസണോടുകൂടി നെയ്മർ പോയതും ബാഴ്സലോണയുടെ പണിക്കുറ്റം തീർന്നതും ഒരു മൊമെന്റ്, ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് അവൻ പറഞ്ഞു. തീർച്ചയായും. സോ മെമ്മറബിൾ മൊമെന്റ് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഓരോ ക്ലബിന്റെ മെമ്മറബിൾ മൊമെന്റ്സ്. ഞാൻ ആശുക്കും പറയുന്നത് റയലും ബാഴ്സയും തന്നെ പറഞ്ഞു. നീ പറഞ്ഞോ നിന്റെ? ഞാൻ പറയണെങ്കിൽ ക്ലബ് പറയണോ കൺട്രി പറയണോ? നിന്റെ ഇഷ്ടം ഏതാണെന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് അറിയാം. ബാക്കിയുള്ളവർക്ക് നീ പറഞ്ഞു മനസ്സിലായിക്കോ. ഞാൻ കൺട്രി ആദ്യം പറയാം. ഓക്കെ. 2018 വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 16 ബെൽജിയം വെസ് ജപ്പാൻ. എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു 2018 ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോളാണ്. ബെസ്റ്റ് മാച്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു ഗെയിമായിരുന്നു അത് 2018 വേൾഡ് കപ്പില്. ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് ജപ്പാൻ ചാർജ് ചെയ്ത് ഫസ്റ്റ് തന്നെ 2 ഗോൾ അടിച്ച്. അത് കഴിഞ്ഞ് ഞാൻ ഒബ്വിയസ്ലി ഒരു ബെൽജിയം ഫാൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഡൗൺ ആയിട്ട് സോ പുറത്തായല്ല വിചാരിച്ച് ഇങ്ങനെ ഇരിക്കണായിരുന്നു. സോ അതിൻ്റെ ഇടയ്ക്ക് ന്യൂ ഇയർ വേട്ടങ്ങ് ഹെഡർ അടിക്കുന്നു. പിന്നെ ആരടിച്ചത്? ചാർലി ഫെലീനി. എൻ്റെ മോനെ ഞാൻ ഇങ്ങനെ സീറ്റ് മതി ഇങ്ങനെ ഇരുന്നാണ് കളി കണ്ടിട്ടുണ്ടെന്ന്. സോ അതൊരു വൻ മെമ്മറബിൾ മൊമെന്റ്. കംബാക്സിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതും ഒരു അടിപൊളി കംബാക്ക് ആയിരുന്നു. ഇപ്പോ ഇവനിപ്പോ നാഷണൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു നാഷണൽ ആയിട്ടുള്ള കംബാക്ക് പറയാം. 2014-18 സ്പെയിൻ പോർച്ചുഗല് 18 അല്ലേ? അപ്പോ അല്ല അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നീ ഇപ്പൊ ഇത് പറഞ്ഞോണ്ട്. കാരണം സ്പെയിനെതിരെ വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു പ്ലെയറും ഹാട്രിക് അടിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയം പോർച്ചുഗൽ ടീം അത്യാവശ്യം നല്ല ടീമോ, സ്പെയിനും നല്ല ടീമോ. പക്ഷേ ഫസ്റ്റ് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ച്. അത് കഴിഞ്ഞിട്ട് നാച്ചോട് ഒരു കിഡിലൻ ഗോളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിയേഗോ കോസ്റ്റ പിന്നെ 2 പോർച്ചുഗൽ തോറ്റെന്ന് തന്നെ വിചാരിച്ചിരിക്കണായിരുന്നു. 88-ാം മിനിറ്റില് ലോകം മൊത്തം ഫ്രീസായ ഒരു മൊമെന്റ് ഉണ്ട്. അത് ആലോചിക്കുമ്പോൾ, കാരണം ക്രിസ്ത്യാനോ ഫ്രീ കിക്ക് പണ്ട് അടിപൊളിയായിരുന്നു, പക്ഷെ കുറച്ച് അധികം നാളായിട്ട് ഫ്രീ കിക്ക് അടിച്ചിടാറില്ല.
അടിക്കണൊക്കെ പുറത്തോട്ട് അല്ലെങ്കിൽ വോളിലാണ് കണ്ടോണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രതീക്ഷ കുറവുണ്ടായിരുന്നു. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് എന്താ എനിക്ക് 88ാമത്തെ ക്രൂഷ്യൽ മിനിറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷ. അപ്പൊ ഞാൻ ടെൻസ്ഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, പണ്ടാരം പിടി ഞാൻ ഫസ്റ്റ് കളി തന്നെ തോറ്റല്ല, അങ്ങനെ 3-2 നിൽക്കണം. പക്ഷേ ക്രിസ്ത്യാനോ സാധാരണ അടിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നിലങ്ങനെ നക്കിൾ ബോർഡ് ആയിരിക്കും അല്ലെങ്കിൽ പവർ ഷോട്ട് ആയിരിക്കും. അതിന് വിപരീതമായിട്ട് പ്ലേസ് ചെയ്ത് കർവ് ചെയ്ത് അടിച്ചതിന് ആ സാധനം ഉള്ളിലേക്ക് എടാ ആ സാധനം നേരെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് എന്താ പറയാ കോരിത്തെരിപ്പും കോസ്മോസും ചില്ലെന്ന് പറഞ്ഞാൽ 3-3 കളി ജയിച്ചതിനേക്കാളും വലിയ സന്തോഷം അത് ഡ്രോ ആയിപ്പോഴും. പീറ്റർ ഡ്യൂറിയുടെ കമന്ററി, ഓ ജീനിയസ്, അബ്സല്യൂട്ട് ജീനിയസ്. ദാറ്റ്സ് വൈ ഈസ് പറയാൻ പറ്റൂല, മര്യാദ എടുത്തിട്ടുള്ളൂട്ടാ. നീ പറ. എന്റെ ഗോൾഡ് ഏസ് പറയുകയാണെങ്കിൽ നമ്മുടെ 2015 പുസ്കാസ് കിട്ടിയ ഏറ്റവും വിഷമിച്ചൊരു വർഷമായിരുന്നത്. 2015 മെസ്സിക്ക് കോപ്പ ഡെൽ റേ ഫൈനലില് അത്ലറ്റിക്കോ ബിൽബാവ്ക്കെതിരെ 20ാം മിനിറ്റില് ഹാഫ് സൈഡിൽ നിന്ന് ഒരു ലോങ് റൺ എടുത്ത് 4 പേര് ഡ്രിബിൾ ചെയ്ത് കിഡിലും ഗോൾ അടിച്ചത്. അത് ക്യാമ്പ് ന്യൂ തന്നെ അടിച്ചത്. അതായത് ഫസ്റ്റ് ഒരാൾ ഡ്രിബിൾ ചെയ്തപ്പോ സൈലൻസ് ആണ്, ക്രൗഡ് സൈലൻസ്. അറിയാലോ ഒരാൾ ഡ്രിബിൾ ചെയ്യാൻ മെസ്സിക്ക് ഇത്ര പാടൊന്നുമില്ല. ഡ്രിബിൾ ചെയ്തു, അടുത്ത ആൾ ഡ്രിബിൾ ചെയ്തു, പിന്നെ ഒച്ചകൂടി, പിന്നെ 2-3 ക്രൗഡ് ഗോളിന് മുമ്പേ ഒച്ചപ്പാട് കൂടി. അടുത്ത ഗോൾ, കിഡിലും ഗോൾ പറഞ്ഞത്. പക്ഷെ ആ പുസ്കസ് പോയത് ആ സീസണില് ഏതോ ലീഗ് പോലും അറിയൂല, മെസ്സിയുടെ ആ ഗോളിന് തികച്ചും സിമിലർ ആയിട്ട് മറഡോണ അടിച്ചിട്ടുണ്ട്. കറക്റ്റ് അതേപോലെ തന്നെ. കാരണം നീ പറഞ്ഞ പോലെ സെൻട്രൽ ലൈൻ്റെ അത് ഈ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് അടുക്കി കൊണ്ടുവന്ന് അതേപോലെ തന്നെ ഭയങ്കര സിമിലർ ആയിട്ടുള്ള. ഇതുപോലെ തന്നെ പണ്ടൊരു ഗോൾ ആംഗ്ര മെസ്സി കണ്ടേക്കെന്താ പഴയ ഗോളാണ്. പക്ഷെ അതിലും കുറച്ചുകൂടി വൈബ് ഉണ്ടായിരുന്നു ഈ ഗോള്. പക്ഷെ പുസ്കാസ് മിസ് ചെയ്തു. പക്ഷെ ഇത്രയും കുറേ ഗോളുകൾ, ഇത്രയും ടോപ്പ് ഗോൾ അടിച്ചാൽ മെസ്സിക്ക് ഒറ്റ പുസ്കാസില്ല. റൊണാൾഡോക്ക് ഉണ്ടായില്ലല്ലോ. ഫസ്റ്റ് പുസ്കാസ് കിട്ടുന്ന ഫസ്റ്റ് പ്ലെയർ ക്രിസ്ത്യാനോ ആണ്. അപ്പൊ 2018 2008 FC പോർട്ടോനെതിരെ ഒന്ന് വിപുലീകരിച്ച് പറഞ്ഞോട്ടെ, ഇടയ്ക്കറി പറയരുത്. 2008 FC പോർട്ടോനെതിരെ സെന്ററിന്ന് ഒരൊറ്റ അടിയുണ്ട്, നേരെ കയറി പോയിട്ട് ക്രിസ്ത്യാനോ എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാ എന്റെ മോനെ. പക്ഷെ യുണൈറ്റഡിൽ ഒരു 30 ഫ്രീ കിക്ക് അതിനൊന്നും പുസ്കാസ് ഇല്ല. അതൊക്കെ ഈ സെയിം സീസണിൽ തന്നെ അടിച്ചേക്കണേ. ആ സീസണിൽ തന്നെ പിന്നെ ഡേവിഡ് ജെയിംസിന്റെ ഫ്രീ കിക്ക് ആയിരിക്കും നീ പറയണേ. ഇങ്ങനെ വിട്ട് നേരെ ഇങ്ങനെ പോയി കയറണേ. പുസ്കാസ് കിട്ടിയത് ഹാഫ് ലൈനിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗ് ആ മാച്ചിൽ പോർട്ടോനെതിരെ. കാരണം പ്ലേസ് ചെയ്ത് അടിച്ചതല്ല, അത് പവർ ഷോട്ട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി പവർ ഷോട്ട്. ഫെർഗുസൺ ആയിക്കോട്ടെ, റിയോ ഫെർഡിനാൻഡ് ആയിക്കോട്ടെ, എല്ലാവരും തലയിൽ കൈവച്ച് ഇങ്ങനെ നിൽക്കണ. ആരും വിചാരിച്ചിട്ടില്ല അങ്ങനെ അടിക്കുമെന്ന്. പിന്നെ നീ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേതായിരിക്കും. ആഴ്സണലിനെതിരെ ഈ പറഞ്ഞതുപോലെ പീറ്റർ ഡ്യൂർ പറയുന്നുണ്ട്, ടു ലോങ് ഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു കഴിഞ്ഞ് ബോൾ പോസ്റ്റിന്റെ അകത്ത് കയറി. അപ്പൊ എല്ലാരും ഇങ്ങനെ ആഴ്സണലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണേണ്. പറഞ്ഞിട്ട് എന്തായാലും പിന്നെ ഈ പറഞ്ഞ പോലെ സിസറടിച്ചിന് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അതാർക്ക് കിട്ടിയത്? ആ കൊല്ലം വേറെ ആർക്കോ കിട്ടിയത്, ക്രിസ്ത്യാനോനല്ല. എന്തിന്? ബെയിലല്ല, ഓർക്കണ്ട. ആ സീസൺ കുറെ ഗോൾസ് ഉണ്ടായി. ഇപ്പോ നമ്മ ഇത്രയും പേര് മെമ്മറബിൾ മൂമെന്റ്സ് ഇപ്പൊ പറഞ്ഞു. ഇനി ഇപ്പൊ അടുത്ത റൗണ്ടിലോട്ട് തന്നെ വരാം. നീ തന്നെ പറഞ്ഞു. ഇപ്പൊ ക്ലബ് എല്ലാരും പറഞ്ഞു, അല്ല കൺട്രി എല്ലാരും പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ ക്ലബ് പറയാനാണെങ്കിൽ ലെസ്റ്റർ സിറ്റി, വാട്ട്ഫോർഡ്. വലിയ പറയുമ്പോൾ വലിയ ഒന്നും തോന്നായിരിക്കില്ല, പക്ഷെ കാരണം പറയത്തക്ക ക്ലബ്ബുകളൊന്നുമല്ല. അതൊരു 2013 ഇവർ തമ്മിലൊരു മാച്ച് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2013 ഇവർ തമ്മിലൊരു മാച്ച് ഉണ്ടായിരുന്നു. ആ മാച്ചിൽ ഫസ്റ്റ് ലെഗ് ലെസ്റ്റർ 1-0 ലീഡ്. സെക്കൻഡ് ലെഗ് വന്നപ്പോൾ വാട്ട്ഫോർഡ് ആദ്യം ഒരു ഗോൾ അടിച്ചു. അതും ഒരു കിഡിലെ അക്രോബാറ്റിക് ഗോളായിരുന്നു. നെക്സ്റ്റ് ലെസ്റ്റർ ഗോൾ അടിക്കും, 2-1 ആയി. അത് കഴിഞ്ഞിട്ട് വാട്ട്ഫോർഡ് പിന്നെയും ഗോൾ അടിക്കും, 2-2 ആയി. അത് കഴിഞ്ഞ് ലെസ്റ്ററിന് ഒരു പെനാൽറ്റി ഇട്ടു. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ആ ഇഞ്ചുറി ടൈമിൽ ഒരു പെനാൽറ്റി ഇട്ടു. അതും അത്ര ഡിസർവിങ് ആയിട്ടുള്ള പെനാൽറ്റി ഒന്നുമല്ല. പെനാൽറ്റി കിക്ക് എടുക്കുന്നു, ഗോളി സേവ് ചെയ്യുന്നു. ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം സേവ് ചെയ്യുന്നു. എന്നിട്ട് ഗോളി ക്വിക്ക് റിലീസ്
കൗണ്ടർ പോകുന്നു, കൗണ്ടർ ക്രോസ് ഇടുന്നു, ഗോൾ അടിക്കുന്നു, വാട്ട്ഫോർഡ് ജയിക്കുന്നു. അതിപ്പോ നമ്മ പറയുമ്പോ കാണാത്തവർക്ക് വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ കണ്ടവർക്ക് മാച്ച് ചിലപ്പോ എല്ലാരും കണ്ടിട്ടുണ്ടാവണമെന്നില്ല, കാരണം വലിയ മാച്ച് ഒന്നും അറിയില്ല. പക്ഷെ ആ മൂമെന്റ് എല്ലാരും കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ ഇത് കണ്ടിട്ടില്ല, പക്ഷെ ആ റീലില് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം പെനാൽറ്റി 2 സൈഡ് അങ്ങോട്ടേക്ക് ഓടി അടിച്ച സെലിബ്രേഷൻ നമുക്ക് മനസ്സിലാവും. ഒരു ഇത്രയും ഇമ്പോർട്ടന്റ് മാച്ച് ആണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല മൊമെന്റ് ആയിരുന്നു. എനിക്കിങ്ങനെ അടുത്തിപ്പോ എന്റെ ഒരു ഫസ്റ്റ് മൊമെന്റ് ഞാൻ പറഞ്ഞു അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കപ്പടിച്ചത്. സെക്കൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കണത് ഏതൊരു ക്ലബിനെ സംബന്ധിച്ചും ഭയങ്കര വലിയ സംഭവമാണ്. ഈ പറഞ്ഞ പോലെ ഒരു ക്ലബും ഒറ്റയടിക്ക് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കാറില്ല. 5 കൊല്ലം 4 കൊല്ലം കൂടുമ്പോഴേക്കും ഒരു ക്ലബ്ബ് അടിക്കണത്. അങ്ങനെയുള്ള ആ സമയത്ത് ചാമ്പ്യൻസ് ലീഗ് എന്താ പറയാ 2 തവണ അടുപ്പിച്ചടിക്കുന്നതിനെ കുറിച്ച് പോലും ആരും ചിന്തിച്ചിട്ടില്ല. കാരണം ആരെക്കൊണ്ട് പറ്റി, കാരണം കൺസിക്യൂട്ടീവ് ആയിട്ട് ആരും റീറ്റെയിൻ ചെയ്തിട്ടില്ല. മറ്റേ നമ്മൾ WWE പറയൂലേ റീറ്റെയിൻ ചെയ്ത് പോകണ്ട, അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ആരും റീറ്റെയിൻ ചെയ്ത് പോയിട്ടില്ല ബാക്ക് ടു ബാക്ക് ആയിട്ട്. അങ്ങനെ ഇരിക്കെ 2014 റയൽ അടിച്ച്, 15 പക്ഷെ അടിക്കാൻ പറ്റിയില്ല. അതിനുശേഷം സിദാൻ വന്ന്, റാഫേൽ ബെനിറ്റസ് ആയിരുന്നു കോച്ച്. സിദാൻ ഈ പറഞ്ഞതുപോലെ ബെനിറ്റസിനെ പുറത്താക്കിയതിന് ശേഷം, ഇതിനു മുമ്പ് പ്രയർ ഒരു എക്സ്പീരിയൻസും ഇല്ല, ഒരു വലിയ ക്ലബിനെ കോച്ചിട്ടില്ല. സിദാന്റെ കീഴിൽ റയൽ മാഡ്രിഡ് 2016, 2017, 2018 ഈ 3 ചാമ്പ്യൻസ് ലീഗ് അടിച്ച് ഹാട്രിക് അടിച്ചെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഫുട്ബോളിംഗ് ടേംസിൽ ഇനി അതേപോലെ ഒരു സംഭവം ഇപ്പോൾ മെസ്സി മറ്റേ 4 ബാലൻ ഡോർ അടിച്ച സംഭവം ഉണ്ട്. അതേപോലെ ഇനി ആരെങ്കിലും അടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അതേപോലെ തന്നെ ഇപ്പോൾ റയൽ അടിച്ചാൽ മറ്റേ 3 ചാമ്പ്യൻസ് ലീഗ് പോലെ ഇനി ഏതെങ്കിലും ക്ലബ് അടിക്കുമെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ്. അടിക്കാൻ പറ്റാം, അടിക്കാണ്ടിരിക്കാം, പക്ഷേ പ്യുവർ ഡിഫിക്കൽട്ടാണ്. ഇനി അതേപോലെ ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. കാരണം റയൽ ആ സ്കോഡ് എടുത്ത് കഴിഞ്ഞാൽ വലിയ സൈനിങ്സ് ഒന്നും ഇല്ല. അവർ സെയിം സ്കോഡ് വെച്ചാൽ പോയേക്കണം. 2016, 17, 18 ഒറ്റ സ്കോഡ് തന്നെയാണ്. വലിയ പ്ലേസ് വന്നിട്ടില്ല, വലിയ പ്ലേസ് പോയിട്ടുമില്ല. സിദാൻ എന്ന് പറഞ്ഞാൽ വലിയ ഫുട്ബോളിംഗ് ഫിലോസഫിയും വലിയ ടാക്ടിക്സ് ഒന്നുമില്ല, സിമ്പിൾ ഗെയിം പ്ലേ ആയിരുന്നു. പക്ഷെ പ്ലേയേഴ്സിന് ആ കോച്ചിന് വിശ്വാസമുണ്ട്, കോച്ചിന് പ്ലേയേഴ്സായിട്ടൊരു ബോണ്ട് ഉണ്ടായി. സോ എന്നെ സംബന്ധിച്ച് ഒരു വലിയ സംഭവമാണ്. മോമെന്റ്സ് ആയിട്ട് പറയുന്നത് ഇഷ്ടം പോലെ മോമെന്റ്സ് ഉണ്ട്. പക്ഷേ ഇൻ ടേംസ് ഓഫ് എന്താ പറയാ 3 UCL അടുപ്പിച്ചടിക്കാന്ന് പറഞ്ഞാൽ ഒരു റയൽ മാഡ്രിഡ് ആസ് എ ഫാൻ എനിക്കൊരു വലിയ സംഭവമാണ്. ഇത് നീ കഴിഞ്ഞ സീസണിലാണ് പറഞ്ഞു വെച്ചെങ്കിൽ ഞാൻ ഒരു പക്ഷേ വേറൊരു ടീമിന്റെ പേര് പറഞ്ഞാണ് ഈ റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റിയ. ആരാണ്? സിറ്റി. ആ പക്ഷേ ഈ സീസൺ ഇത് UCL കളിക്കാൻ പറ്റുമോ തന്നെ അല്ല. അതാണ് എടാ, ഇപ്പോ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം സിറ്റി അത്രയ്ക്ക് അടിപൊളി ടീമാണ്. പക്ഷെ ഒരു സീസൺ അടിപൊളി കളിച്ചിട്ട് ഇപ്പൊ ഈ സീസൺ കണ്ടില്ലേ, ആരെങ്കിലും പ്രതീക്ഷിച്ച? റയൽ അപ്പോഴും സിറ്റി ഇപ്പൊ ഒന്ന് ട്രാക്കിലൂടെ വരുന്നുണ്ട്, പയ്യെ ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സീസൺ ഇനി കേറി വരും. ടോപ്പ് 3 നല്ല സിറ്റി ഉണ്ടാവും, അതെല്ലാവർക്കും അറിയണ കേസ് തന്നെയാണ്. പറയാൻ പറ്റൂല, ലിവർപൂളിന്റെ കൊണ്ട് കളഞ്ഞ പിന്നെ പറയാം, അത് പിന്നെ പറയാം. നീ പറ. എനിക്ക് പറയാനുള്ളത് ഒരു മാച്ചല്ല, ഒരു ഡിക്കേഡിന് മുമ്പ് പോലും പറയാനുണ്ട്. എന്താണത്? ഞാൻ പറയട്ടെ. അർജന്റീനാസ് കംബാക്ക് ഇൻ ദ സെൻസ് കപ്പില്. അതായത് മെസ്സിയുടെ കാലം മുതൽ പറയുകയാണെങ്കിൽ മെസ്സി കളിച്ചു തുടങ്ങിയിട്ട് 28 കൊല്ലമായിട്ട് കപ്പില്ല, ബട്ട് മെസ്സി കളിച്ചു തുടങ്ങിയിട്ട് 2007 കോപ്പ ഫൈനൽ ഉണ്ടായി, അത് തോറ്റ്. 2014 ഫൈനൽ വേൾഡ് കപ്പ്, അത് തോറ്റ്. 15 ഫൈനൽ കോപ്പ അമേരിക്ക തോറ്റ്. 16 ഇനി പ്രതീക്ഷ മറ്റേ കോപ്പ അമേരിക്ക സെൻസനാരിയോ ആ സാധനം, മറ്റേ 100ാമത്തെ കോപ്പ അമേരിക്ക ഗോൾഡൻ കപ്പറ. അപ്പൊ എന്റെ മൈൻഡിൽ ഇത് മെസ്സിക്ക് വിധിച്ചേക്കാം എന്താ ദൈവമായിട്ട്. കാരണം ഗോൾഡൻ കപ്പ് ആദ്യമായിട്ട് കപ്പ് ജയിക്കാൻ പോണ് ഫൈനൽ, അങ്ങനെ അതും തോറ്റ്. എന്നിട്ട് 18 കഴിഞ്ഞ് 20 കോപ്പ, പിന്നെ 21 അതായത് 2016 ആ കളി തോറ്റിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കോപ്പ അമേരിക്ക ഫൈനൽ തോറ്റിട്ട് വിരമിച്ച്. ആൾക്ക് അത്രയും പ്രഷറും അത്രയും തലക്ക് ഭാരം വന്ന് തോൽവിക്ക് കാരണം മെസ്സി എന്നുള്ള സാധനം തലയിൽ എടുത്ത് വച്ചു കൊടുത്ത് അങ്ങനെ വിരമിച്ചിട്ട് അതിനുശേഷം തിരിച്ചു വന്ന് പറഞ്ഞാൽ അതിലും വലിയ കമ്പാക്ക് ആയിരുന്നു. ഇക്വഡോറിനെതിരെ ഫസ്റ്റ് മാച്ച് കമ്പാക്ക് വിരമിച്ചിട്ട് ആ കളി ജയിച്ചില്ലെങ്കിൽ വേൾഡ് കപ്പിൽ നിന്ന് അർജന്റീന പുറത്താ. എന്നിട്ട് 10ാം മിനിറ്റിൽ എന്തോ ഇക്വഡോർ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ട് തിരിച്ച് മെസ്സി ഹാട്രിക്ക് 3 ഗോൾ അടിച്ച് ആ കളി ജയിച്ച് അർജന്റീന ക്വാളിഫൈ ചെയ്തു. പിന്നെ ഫൈനലുകൾ തോറ്റു, മീൻസ് ഫൈനലല്ല വേൾഡ് കപ്പ് തോറ്റു, കോപ്പ അമേരിക്ക 3rd റണ്ണറപ്പായി. പിന്നെ 2021 ജൂലൈ 11 മാരക്കാനയിൽ കളി നടന്നു. 2014 ഫൈനലിൽ ഇവിടെ തോറ്റു,
അവിടെ തന്നെ കളിച്ച് ഫസ്റ്റ് ഇന്റർനാഷണൽ കപ്പ് ജയിച്ച് തുടങ്ങി. പിന്നെ കളിച്ച എല്ലാ ഇന്റർനാഷണൽ കപ്പും കിട്ടി. ഫെയറി ടൈൽ എൻഡിങ് ഫെയറി ടൈൽ എന്തി പറയാം, ഫിഫ ടൈൽ എൻഡിങ് അങ്ങനെ പറയാം. കപ്പ് കിട്ടാത്തവര് വേറെ ആരുണ്ട് പറയാൻ മറന്നു ഇതാ. 2016 ആ പെനാൽറ്റി കളഞ്ഞപ്പോ ഈ 2021 ജൂലൈ 10 വരെ ഇവന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് മെസ്സിക്ക് പെനാൽറ്റി അടിക്കൂറില്ല, പെനാൽറ്റി കാരൻ കളഞ്ഞെന്നായി. ഇപ്പൊ അതിനുശേഷം മെസ്സി പെനാൽറ്റി അടിച്ച് കളി ജയിച്ചു എന്നായി. അതെ, ഇതിലും വലിയ അച്ചീവ്മെന്റ് ഇല്ല. ആദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ചെയ്തപ്പോ അത് പറഞ്ഞ് കളിയാക്കുന്നു. നേരെ തിരിച്ചതുപോലെ തന്നെയല്ലേ എന്ത് പെനാൾഡോ എന്ന് പറഞ്ഞ കളിയാക്കണേ. അങ്ങനെയല്ല, ക്രിസ്ത്യാനോന് പെനാൽറ്റി ഫൗൾ ആയിട്ട് കൊടുക്കുന്നു, ഇവിടെ എന്താ പറയാ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. പെനാൽറ്റി ഫോർ അർജന്റീന, പെനാൽറ്റി ഫോർ അർജന്റീന. കിട്ടാത്തത് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കൂടാ. പറഞ്ഞ 4 കൊല്ലമില്ലേ വേൾഡ്, അടുത്ത വേൾഡ് കപ്പാണ്. എന്റെ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമുള്ള മൊമെന്റ് അല്ല, ഒരു വിഷമം വന്ന മൊമെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ് 3 UCL അടുപ്പിച്ചടിച്ചെന്ന്. ഈ 3 UCL അടുപ്പിച്ചടിച്ചതിന്റെ ഏറ്റവും വലിയ പങ്ക് വഹിച്ച അൺഡൗട്ടഡ്ലി എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നു. കാരണം ക്രിസ്ത്യാനോ അല്ലെങ്കിൽ ആ 3 UCL അടിക്കൂല, 100% ഉറപ്പാണ്. എന്നിട്ട് പോലും ക്രിസ്ത്യാനോന് റയലി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട ഒരു എന്താ പറയാ റെക്കഗ്നിഷന് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ആ ഒരു പ്ലീസിങ് കോൺട്രാക്ട് ഓഫേഴ്സ് ഒന്നും കിട്ടിയില്ല. കാരണം മെസ്സിക്ക് അപ്പുറത്ത് ബാഴ്സിൽ 45 മില്യൺ കോൺട്രാക്ട് എടുത്തപ്പോൾ ഇവിടെ റയല് ക്രിസ്ത്യാനോട് തന്നത് 20 മില്യൺ. ക്രിസ്ത്യാനോ ഇപ്പോൾ 40 ചോദിച്ചില്ല, ഒരു 30 എങ്ങനെ ചോദിച്ചിട്ടും അതും ഫ്ലോറിൻ്റെ പെർമനൻസ് ആയിട്ട് വർത്തായിട്ട് വാട്ടെവർ അതെന്തോ ആയിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ മാർസലോ പറഞ്ഞൊരു കേസുണ്ട്. 2018 ലിവർപൂളിനെതിരെയുള്ള ഫൈനൽ മാച്ചിന് മുമ്പായിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ച് ക്രിസ്ത്യാനോ മാർസലോനോട് പോയി പറയുന്നുണ്ട് ഐ എം ലീവിങ്. മാർസലോ അപ്പോൾ ഇത് കേസ് അറിയണം, ലാസ്റ്റ് മാച്ചാണെന്ന് ക്രിസ്ത്യാനോ ഇട്ടുള്ള. ഏറ്റവും വലിയ ഐക്കോണിക് ഫാക്ട് എന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനോ റയലിന് വേണ്ടി അടിച്ച ലാസ്റ്റ് ഗോള് അത് മാർസലോയുടെ പാസിലായിരുന്നു. ലാസ്റ്റ് സെലിബ്രേഷനും മറ്റേതായിരുന്നു. അപ്പൊ ഒന്നും കൂടി അപ്പോൾ 2018 കാർഡിഫിൽ ആ കപ്പടിച്ചതിന് ശേഷം ക്രിസ്ത്യാനോയുടെ ഒരു ഐക്കോണിക് ഫോട്ടോ ഉണ്ട്, സ്റ്റെപ്പ് ഇറങ്ങി പോണത്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഹോണ്ടിങ് ആണ്. ഒരു പക്ഷേ ക്രിസ്ത്യാനോ റയൽ വിട്ട് പോയില്ലായിരുന്നെങ്കിൽ, റയലിൽ തന്നെ ഇരുന്നെങ്കിൽ, അതാണിപ്പോ ഒരു വിഷമം. നീ പറഞ്ഞ അല്ല കയ്യില്ല എല്ലാവരും. എന്റെ ഞാൻ ഒരെണ്ണം പറയാൻ പറ്റിയത് സഹീർ പറഞ്ഞു. അതേതാണ് ഹാട്രിക് റൊണാൾഡോ. ഇതുപോലത്തെ സെയിം സാധനം തന്നെയാണ് മെസ്സിയുടെയും. പക്ഷെ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡിൽ നിന്ന് റയലിൽ വന്നതാ. ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുണ്ട്. സോ അത്ര ഇത് ഓക്കെ ശരിയാണ് റയലിൽ കളിച്ചത്. പക്ഷെ മെസ്സി എന്ന് പറഞ്ഞാൽ ജനിച്ച കാലം മുതൽ 16-17 വയസ്സ് മുതൽ ഭാഷ കളിച്ച് ഞാനപ്പോ പബ്ജി കളിച്ചോണ്ടിരിക്കുക. രാത്രി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, പബ്ജി കളിച്ച് കൂട്ടുകാരൻ പറയാടാ നമ്മള് നിന്നെ വിളിച്ച് പറഞ്ഞത് മെസ്സി പോയിന്ന് പറഞ്ഞു. ഇൻസ്റ്റ എടുത്ത് നോക്കാൻ പറയും. ഇൻസ്റ്റ എടുത്ത് നോക്കിയപ്പോ മെസ്സിയുടെ തിരിഞ്ഞിട്ടുള്ള ഫോട്ടോ പുറത്തേക്ക ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കാരണം മെസ്സി ക്ലബ് വിട്ടുന്നു. ഞാൻ ഒറ്റടി ഇങ്ങനെ ഡെഡ് ഇങ്ങനെ ഇരുന്നു. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. കാരണം ആഷിക്ക ഞാൻ വിചാരിച്ചു പിന്നെ അറിഞ്ഞിട്ടുണ്ടാവുന്നതാണ്. ഞാൻ ചോദിച്ചു നീ അറിഞ്ഞാ ഞാൻ ചോദിച്ചു. മെസ്സിനെ ഞാൻ എന്റെ ലൈഫിൽ ഞാനൊക്കെ ഒരു കരിയർ മെസ്സിനെ കണ്ടുവച്ചേർന്നത് ഇത്ര വയസ്സാവുന്നു, മെസ്സിയുടെ കളിക്കുന്നു, ലോകത്തിലെ ഏറ്റവും കിട്ടിയ വലിയൊരു ഫെയർവെല് കൊടുത്ത് മെസ്സി പോകുന്നു. ഈ സാധനം മെസ്സി പറഞ്ഞ ആള് തന്നെ ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരിച്ചു വന്ന് തന്നെ വന്ന് ഞാൻ പറയുള്ളൂ. അവൻ വന്നിട്ട് മറ്റേ മെസ്സിയുടെ മറ്റേ ജേഴ്സി ഇട്ട ഒരു സാധനത്തിന് മറ്റേ പ്രതിമയില്ല അതുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ നിന്നെ പുറത്താക്കൂല സൈൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ വീഡിയോ എന്നിട്ട് പോട്ട് പറഞ്ഞ വേറൊരു ഡയലോഗ് ഉണ്ട്, മെസ്സിക്ക് ക്ലബിനോടുള്ള സ്നേഹം കാരണം മെസ്സി ഫ്രീ ആയിട്ട് കളിക്കുമെന്നാ വിചാരിച്ചത്. അച്ഛൻ പൈസ അത് മെസ്സി കുറ്റം പറഞ്ഞില്ല. ലപ്പോട്ട കേറാൻ കാരണം 90 മെസ്സിയുടെ പേര് വെച്ചിട്ടാണ് പുള്ളി കളിച്ചത്. ഞാനൊക്കെ അപ്പൊ മറ്റേ ബാർട്ടമീനെ കളയാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഇവന്ന് ലപ്പോട്ട. എങ്ങനെ നോക്കിയാൽ ലപ്പോട്ട പണ്ടാണെങ്കിലും നൈസായിരുന്നു ആസ് എ ടീം പ്രസിഡന്റ്. പക്ഷെ ഇതൊരുമാതിരി വന്നിട്ട് ഫസ്റ്റ് സൈൻ തന്നെ മെസ്സിനെ സൈൻ ചെയ്തത്. അന്ന് പോയതാ ട്രസ്റ്റ് കള്ളൻ. ഇപ്പോ ഡാനിയൽമോ എന്ത് ചെയ്യാൻ പോണ്? ഡാനിയൽമോടെ ചിലപ്പോ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഒരു ഹോപ്പ് ഉണ്ട്. അടുത്ത സീസൺ ആകുമ്പോ പിന്നെ ബാഴ്സലോണ ഡിയോങ്ങിനെ കളയാണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ സൊല്യൂഷൻ കിട്ടുമെന്ന്. കാരണം ലാലിഗയിലെ ഏറ്റവും കൂടുതൽ വേജസ് അങ്ങനെ പ്ലെയർ എംബാപ്പെ വിനിഷ്യസ് ഒന്നും അല്ല, ഡിയോങ് ആണ്. അത് 30 മില്യൺ എന്തോ അതിനുള്ള സാമ്പത്തിക അവസ്ഥ ഉണ്ടോ നിങ്ങൾക്ക്?
ഓൽമ പോണോ ഡിജോഗ് പോണോ? ഡിജോഗ് നിൽക്കട്ടെ, രണ്ടൊരു കമ്പനി ഡിയോങ്ങിന് പകരം ഡിയോങ് കേസ് ഇഞ്ചുറി പ്രോൺ ആണ്. ഒരു സീസണിൽ എത്ര കളി കളിക്കാനുണ്ട്, അടിപൊളി പ്ലെയർ ആണ്, ബുസ്കറ്റ്സിന്റെ പക്കയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിലും ഭേദം വേറെ പ്ലേയേഴ്സിനെ, എത്രയോ പ്ലേയേഴ്സിനെ എന്താ പറയാ ലാമാസിയ പ്രൊഡക്ട്സിന്റെ ബാഴ്സലോണ കൊണ്ടുവരണം. വേജ് കട്ട് ഓൺ ചെയ്യാൻ പറ്റില്ല. ഡിയോങ് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ഇന്ന കട്ട് ഓഫ് ആയില്ലേ? അല്ല, ഡിയോങ്ങിന്റെ തന്നെ വേജ് കട്ട് ഓൺ ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ, കോൺട്രാക്ട് ഇരിക്കണല്ലേ, അങ്ങനെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇരിക്കണം. പിന്നെ ഡിയോങ് എടുത്ത് പറഞ്ഞ് ഞാൻ ബാഴ്സലോണയിൽ വന്നു കഴിഞ്ഞപ്പോ കുറച്ചും കൂടി ട്രോഫീസ് നേടാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാവുന്ന, പക്ഷെ ആ പാടൊരു ലാലിഗയും പുള്ളിക്കാരൻ ഡിസപ്പോയിന്റ്മെന്റഡ് ആണ്, പറയാൻ പറ്റില്ല. എന്നാൽ അതേസമയം ഡിയോങ്ങിന്റെ കൂടെ കളിച്ച് ഡിലൈറ്റിന് എടുത്തു കഴിഞ്ഞാൽ യുവന്റസി കപ്പടിച്ച്, ബയേണി കപ്പടിച്ച്, ഇപ്പൊ യുണൈറ്റഡിലാണ് അത് പോയി. അപ്പോ പക്ഷെ നിങ്ങളങ്ങനെ അത് പ്രീമിയർ ലീഗ് വരുമ്പോ ഞാൻ പറഞ്ഞുതരാം യുണൈറ്റഡിന്റെ കേസ്. ഇനി വല്ല ഐക്കോണിക് മൊമെന്റ്സ് ഉണ്ടോ? പറ. നീ പറഞ്ഞ ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം കൂടി പറയാം. എന്തായാലും ഫ്ലോ പോണല്ലേ. എനിക്ക് ഉള്ളത് മറ്റേ 2013 സീസണാണ്. ടീറ്റോ വില്ലനോവ കോച്ചായിട്ടുള്ളത്. മനസ്സിലായി. നമ്മുടെ പെപ്പിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു 2008 മുതൽ 12 വരെ. പുള്ളി കോച്ചായിട്ട് 100 പോയിന്റ് നേടി ബാഴ്സ കപ്പടിക്കുന്നത്. അതിന് മുമ്പത്തെ 2012 റെയില കപ്പടിച്ചത് 100 പോയിന്റ് വെച്ചിട്ട്. അതിനുശേഷം ടീറ്റോ കോച്ചായി ലീഗ് തുടങ്ങി. കുറച്ചളങ്ങിയപ്പോൾ തന്നെ ആൾക്ക് ക്യാൻസർ വന്നു, പിന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് പുള്ളിനെ കോച്ചായിട്ട് കളിച്ചു ജയിപ്പിച്ച്. മെസ്സിയായിട്ട് നല്ല ഭയങ്കര ക്ലോസ് ആയിരുന്നു. നമ്മളതിനെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ മെസ്സി മറ്റേ സബ്ബരിക്കണത്തിന്റെ ഒരാളെ തലക്കടിക്കുന്ന വീഡിയോ, പണ്ടത്തെ തലക്ക്, അത് കോച്ചിന്റെ തലക്കടി, അത്രയും കമ്പനി ആയിരുന്നു. എന്നിട്ട് കളി ജയിച്ചു. ആ സീസൺ 100 പോയിന്റ് കൂടി കപ്പടിച്ച്. അതിനുശേഷം പുള്ളി കോച്ച് മാറി, വേറെ കോച്ച് വന്നു, ജെറാഡ് വന്നു. പിന്നെ 2014 സീസണിൽ ബാഴ്സക്ക് ഒറ്റ കപ്പും കിട്ടിയില്ല, കപ്പേ ഉണ്ടായില്ല. സോ അത് മെസ്സിക്ക് ഭയങ്കര അടിയായിപ്പോയി. ഈ പറഞ്ഞിട്ട് മറ്റേ പ്രഷർ മെസ്സിക്ക്, മെസ്സി ക്ലബ്ബ് ലീവ് ചെയ്യുന്ന അവസ്ഥയിൽ മെസ്സിക്ക് പോകാൻ. സിറ്റി ഇങ്ങനെ നിൽക്കണായിരുന്നു, സിറ്റി അല്ലായിരുന്നു, വേറെ ടീം എടുക്കാതെ എന്താ പറയാ, ടീം മാറാൻ നിൽക്കായിരുന്നു. ഈ സമയത്ത് ടീറ്റോ വീട്ടിലോട്ട് വിളിച്ചു, സ്പാനിഷ് സ്ഥലത്ത് വീട്ടിലോട്ട് വിളിച്ചിട്ട് മെസ്സി എടുത്ത് പറഞ്ഞ് ക്ലബ്ബ് വിടരുത്, ക്ലബിന്റെ ലെജൻഡാണ്, നീ ക്ലബ്ബിൽ വേണം എന്നുള്ള രീതിയിൽ മെസ്സി എടുത്ത് സംസാരിച്ചു. അന്ന് മെസ്സി ക്ലബ്ബിൽ ലീവ് ചെയ്യാത്തതിന് മെയിൻ കാരണം ടീറ്റോ ആയിരുന്നു. അന്ന് മെസ്സിക്ക് ഒന്ന് ഓഫർ ചെയ്ത ടീമിൽ നിന്നറിയും ഇന്റർ മിലാനാണ്, ചെൽസി, PSG കാരണം അത്രയും ആ ടൈമിൽ അത്രയും ഫണ്ട് കൊടുക്കാൻ PSG ആയിരിക്കും ഉണ്ടാവുള്ളൂ. പക്ഷെ പുള്ളി പോയില്ല, മെസ്സി പോയില്ല. മെസ്സി അപ്പോൾ ആ സീസണിൽ PSG ബാഴ്സന്ന് പോകത്തിന് ഒറ്റ കാരണം ടീറ്റോ ആയിരുന്നു. കാരണം അത്രയും നല്ല ബോണ്ടായിരുന്നു, നല്ല കളികളായിരുന്നു. ആ 38 കളിയിൽ 115 ഗോൾ അടിച്ച ടീം 32 കളി ജയിച്ച് 4 കളിയെ ഡ്രോ ഉള്ളൂ, 2 കളിയെ തോറ്റുള്ളൂ. അടിപൊളി സീസണായിരുന്നു. ബട്ട് നല്ലൊരു കോച്ചിനെ മിസ് ചെയ്തു. എനിക്ക് എന്താ പറയാ, അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ട് ഫെബ്രുവരി 5 മുമ്പ് കുറച്ചധികം ക്രിസ്ത്യാനോടെ സാധനങ്ങൾ പോകാനുണ്ട്. നിനക്ക് ഞാൻ ഒരുപാട് പണി തരാം. ഫെബ്രുവരി 5 മുമ്പ് ബർത്ത്ഡേ ആ ക്രിസ്ത്യാനോടെ. നീ നെയ്മറിനെ കണ്ടു വെച്ചാൽ നെയ്മറിനെ ബർത്ത്ഡേ അന്ന് തന്നെയല്ലേ? ഫെബ്രുവരി 5 ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, തെവസ്, 3 പേരുടെ ബർത്ത്ഡേ. ഇനി അപ്പൊ നമുക്ക് കറന്റ് അഫയേഴ്സിലോട്ട് വന്നാലോ? മൊമെന്റ്സ് ഒക്കെ കഴിഞ്ഞില്ലേ എല്ലാവരുടെയും? നീ കറന്റ് അഫയേഴ്സ്. അതെ, കറന്റ് അഫയേഴ്സ് ഓഫ് പോയിന്റ് ടേബിൾ, കറന്റ് അഫയേഴ്സ് ഓഫ് പ്രീമിയർ ലീഗ് ആൻഡ് ലാ ലീഗ. സിറിയ പറയണല്ലോ. സിറിയ പറയണോ വേണ്ട? ഓ സൂപ്പർ കപ്പ് പറയണം നിനക്ക്. മിലാൻ ഈസ് റെഡ്. അങ്ങനെ നമ്മൾ വിചാരിച്ചൊരു മിലാൻ ഡെർബി വന്നു, 2 ഗോൾ അടിച്ചപ്പോ 2ാമത്തെ ഗോൾ അടിച്ചപ്പോ അതിന്റെ സെലിബ്രേഷൻ സെലിബ്രേഷൻ. നിന്റെ ആളല്ലേ ആര്? ഫസ്റ്റ് ഗോൾ ആണല്ലേ മാർട്ടിനസ് അടിച്ച്? മാർട്ടിനസ് ഫസ്റ്റ് അടിച്ചു. 2ാമത്തെ ഗോൾ അടിച്ചപ്പോ അമ്മ സെലിബ്രേഷൻ മറിച്ചെന്ന് ഓർത്ത്. പിന്നെ പുതിയ കോച്ച് വന്നു, 2ാമത്തെ കളി കപ്പ്. ആദ്യത്തെ കളി മോന്റെ ടീമിനെ തോപ്പിച്ച്, 2ാമത്തെ കളി ഒപ്പോണന്റ് മറ്റേ റൈവൽ ടീമിനെ തോപ്പിച്ച്. കോൺസാവ് പോർട്ടോയുടെ സമയം തൊട്ടേ പുള്ളിക്കാരന്റെ കളി ഞാൻ കാണുന്നുണ്ട്. നല്ല കോച്ചാ, അടിപൊളി കോച്ചാ, പ്ലേയേഴ്സ് ആയിട്ട് ഒരു ബോണ്ട് കീപ്പ് ചെയ്യണ കോച്ചാ. അപ്പോൾ AC മിലാൻ എന്താ പറയാ ട്രാക്കിലോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം AC മിലാൻ ഈ സീസണിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ AC മിലാന്റെ ബെസ്റ്റ് പ്ലെയർ എല്ലാവർക്കും അറിയാം റാഫേലിയോ ആണ്. ഈ സീസണിൽ അവനെ പകുതി കളി ഇറക്കാനുണ്ടായില്ല കോച്ചായിട്ടുള്ള പ്രശ്നം കാരണം. കഴിഞ്ഞ കളി ജയിക്കാൻ കാരണം റാഫേലിയോ അതാണ്. അപ്പോൾ കോച്ച് മാറിയപ്പോൾ ലിയോ പിന്നെയും സ്റ്റാർട്ടിങ്ങിലുള്ളതുകൊണ്ട് വന്ന് ടീം പിന്നെയും സെറ്റായി. സോ സീസൺ പോകുന്നിടത്തോളം നോക്കാം.
നമ്മുടെ വ്യൂവേഴ്സിൽ ആരെങ്കിലും AC മിലാൻ ഇന്റർ മിലാൻ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. എന്തിനാണ് ഡൈ ഹാർഡ് ഫാൻസ് ഉണ്ടോന്ന് അറിയാം. പണ്ട് ടൈമിൽ AC മിലാൻ ഇന്റർ മിലാൻ കുറച്ച് ഫാൻസ് ഉണ്ടായി. ഇപ്പൊ അങ്ങനെ ഒരുപാട് കേട്ടറിവില്ല. ഉണ്ടാവും. നോക്കാം. ടൈമൊക്കെയാണ് ഇന്റർ മിലാൻ, AC മിലാൻ. ഇന്റർ മിലാൻ പക്ഷെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പക്ഷെ എനിക്കിപ്പോ AC മിലാൻ കേസ് പറഞ്ഞപ്പോ ഈ സമയത്ത് ഞാൻ ഇബ്രാഹിമിച്ച് ക്ലബിലെങ്ങാനും കണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അയാൾ ക്ലബും പൊക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ കപ്പ് മേടിച്ചു കൊടുത്തു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് AC മിലാൻ സിരിയായ അടിച്ച സീസൺ ഇബ്രാഹിമോവിച്ച് ഒരു പിണ്ണാക്കം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കുന്തവും ചെയ്തിട്ടില്ല. അത് AC മിലാനിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ഉണ്ട് ഇന്റർ മിലാനോട് പുള്ളിക്കാരൻ ആ സീസണിൽ പോയി ഹക്കൻ ചാങ്ങലഹോല് പറഞ്ഞ കേസ് ഉണ്ട്. AC മിലാൻ ഇബ്രാഹിമോവിച്ച് ഒരു കുന്തവും ചെയ്യാണ്ടാണ് ഈ കിടന്ന ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സീസൺ കപ്പടിക്കാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്ലെയേഴ്സും സ്റ്റീഫൻ ബയോളയും എന്താ പറയാ ഇതായിരുന്നു. ഇബ്രാഹിമോവിച്ച് ആ ടീമിലുണ്ടായി, ബെഞ്ചിലുണ്ടായി ഒരു സംഭവമായിരുന്നു. ഓക്കെ, ഓൺ ദ പിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കപ്പ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തിട്ട് ഇബ്രാഹിമോവിച്ച് കാണിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ കുറച്ച് ഓവറായിരുന്നു. എപ്പോഴാണ് ഓവറില്ലാത്തത്? ദൈവത്തിനൊക്കെ പറയാൻ പാടില്ല എന്നായിരിക്കും പറയാൻ പറ്റുന്നത്. എനിക്ക് കമന്റ്സ് ഇല്ല. അന്ന് കളി ജയിച്ചിട്ട് ഒരു സിഗരറ്റും വലിച്ച് സാധനം ഇറങ്ങി വന്നു. ആര് വരും അങ്ങനെ? അതിന് ലേശം ഉളുപ്പ്, ലേശം വേറെ പിന്നെ ചർച്ച നമ്മുടെ വീഡിയോ ഞാൻ മറ്റേ നെയ്മറിന്റെ വീഡിയോ ഇട്ടിട്ട് എനിക്കൊരു പയ്യൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതില്. അപ്പൊ ബ്രോ മെസ്സിനെ കുറ്റം പറയുകയാണെങ്കിൽ 2016 യൂറോ കപ്പ് ഹെഡർ ഗോൾ അടിച്ചിട്ട് റൊണാൾഡോ കപ്പ് നോക്കില്ല, അതിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. ശരി, അതിപ്പോ ഫൈനൽ എത്തിച്ച ക്രിസ്ത്യാനോ അല്ലേ? നീ റിപ്ലൈ കൊടുത്തു. ആഹാ, ഞാൻ കണ്ടില്ല എന്നുള്ള റിപ്ലൈ ഞാൻ തരാടാ. അല്ല നമ്മുടെ പേര് പറഞ്ഞോ. ഫൈനൽ മാച്ച് മാത്രമല്ല 2017 ഞാൻ ഇപ്പോഴും പറഞ്ഞത് 2016 ഈ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് സ്റ്റേജസ് എടുത്തു കഴിഞ്ഞാൽ പോർച്ചുഗൽ ലാസ്റ്റ് ആയിരുന്നു. പോർച്ചുഗലിന്റെ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് കളി ലക്സംബർഗ് ആയിട്ട് പോർച്ചുഗൽ ഡ്രോ അല്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ റൗണ്ട് ഓഫ് 16 കിടക്കുകയായിരുന്നു. ആ ലക്സംബർഗ് ആയിട്ടുള്ള മാച്ചിൽ ക്രിസ്ത്യാനോയുടെ ഒരു ബാക്ക് ഫ്ലിപ്പ് ഗോൾ ഉണ്ട്. ഒരു ക്രോസ് വന്നത് നേരെ ബാക്ക് ഹീൽ ചെയ്ത് അടിച്ചിട്ടൊരു ഗോളുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പച്ച ജേഴ്സിയിൽ. അതിനുശേഷമാണ് റൗണ്ട് ഓഫ് 16 പോകണം. റൗണ്ട് ഓഫ് 16 പോകുമ്പോൾ വെയിൽസ് ആയിട്ട് ഗോൾ അടിച്ച്, അതേപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക് ആയിട്ട് ഗോൾ അടിച്ച് ഫൈനൽ വരെ എത്താനുള്ള ഒറ്റ റീസൺ, സിംഗിൾ റീസൺ. പിന്നെ 2016 പോർച്ചുഗൽ ടീം എടുത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏതറിനെ എല്ലാവർക്കും അറിയണ ഒരു ഗോൾ അടിച്ചുകൊണ്ടാണ്. അല്ലാത്തൊരു 10 പ്ലേയേഴ്സിനെ പറയാൻ പറ, ക്രിസ്ത്യാനോനെയും പെപ്പേനെ അല്ലാണ്ട് ആരുമില്ല. അടുത്ത പറ, റോയ് പെട്രീസ് പറയുന്നത്. അത് കഴിഞ്ഞാൽ നീ പറ, ബാക്കിയുള്ളവർ നീ പറ. ഫാബിയോ കോൺട്രാവോ ഇല്ലേ? കോൺട്രാവ് ഉണ്ടായില്ല. വില്യം ഏത് വില്യം? വില്യം കാർവാലോ. അപ്പോഴും നിക്ക് ഇപ്പത്തെ പോർച്ചുഗൽ സ്കോഡ് അതാണ് പറഞ്ഞത്. കാരണം അത് സിംഗിൾ ഹാൻഡ്ലി എന്താ പറയാ ഒറ്റത്തോളിലാണ് ഈ കയറ്റി വെച്ചുകൊണ്ട് ഫൈനലിൽ എത്തിച്ചത്. എന്നിട്ട് ഫ്രാൻസ് ആയിട്ടുള്ള കളിയിൽ അത് മനപ്പൂർവ്വം ഇറങ്ങിപ്പോയതൊന്നുമല്ല, ഒരുമാതിരി മറ്റോടത്തെ ഫോളോ ടീം ഇട്ടു. അപ്പൊ പയറ്റിന് കിട്ടിക്കഴിഞ്ഞെങ്കിൽ അത് ആ കളി തന്നെ പെപ്പെ കൊടുക്കുകയും ചെയ്ത് തിരിച്ച്. അതെന്തോ ആയിക്കോട്ടെ, അത് വിട്ടേക്ക്. അപ്പൊ മോനെ അതൊന്നും പറഞ്ഞോണ്ട് വരാൻ നിക്കണ്ട. അപ്പോ നമുക്കിനി കറന്റ് അഫയേഴ്സിലോട്ട് പോകാലോ. പ്രീമിയർ ലീഗ് എടുക്കാം. പ്രീമിയർ ലീഗ് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ സീസൺ തുടങ്ങിയ സമയം ഞാൻ ആഴ്സണൽ പ്രൊഡിക്ട് ചെയ്ത്, ഇവൻ സിറ്റിയാ പ്രൊഡിക്ട് ചെയ്ത്, നീ ഏതാ പ്രൊഡിക്ട് ചെയ്ത്? എല്ലാവരും പിന്നെ ഒരേപോലെ പറഞ്ഞ സംഭവം ഉണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3rd ഫിനിഷ് ആവുമെന്ന്. അത് പിന്നെ വരാം. ലിവർപൂളിന്റെ കേസ് എന്നാൽ ടോപ്പ് 4 ഒരാളും പറഞ്ഞില്ല. പക്ഷെ നമ്മളെപ്പോഴും ചെയ്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെൽസി ഒരു സീസൺ ഉണ്ടല്ലോ, ആന്റോണിയോ കോണ്ട് കോച്ചായിട്ട് വന്നു. ഫസ്റ്റ് സീസൺ ചെൽസി കപ്പടിച്ച്, ഒരാളും പ്രതീക്ഷിച്ചില്ല. ഇതിൽ നിന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ പുതിയ കോച്ച് ഒരു പുതിയ ക്ലബിലോട്ട് വരുമ്പോൾ 2 രീതിയിൽ എഫക്ട് ചെയ്യും. ക്ലോപ്പ് പോയി കഴിഞ്ഞപ്പോൾ ആരും വിചാരിച്ചില്ല ഇത്രയ്ക്ക് ഒരു എഫക്ട് ഉണ്ടാവും, ടീം സെറ്റ് ആവുന്നു. പക്ഷേ ആർനെ സ്ലോട്ട് സെറ്റ്. ക്ലോപ്പിനെക്കാളും അല്ല, ഡിഫറെന്റ് ടാക്ടിക്സ് ആണ്, ഒന്നും കൂടി എന്താ പറയാ ഡിഫറെന്റ് ആണ്. ക്ലോപ്പിന്റെ ഒരു പാറ്റേൺ ഉണ്ടായി. ആർനെ സ്ലോട്ടിന്റെ കുറച്ചും കൂടി മിഡ്ഫീൽഡ് ഒന്നും കൂടി സെറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഒരു കളി സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഞാൻ ചോദിക്കുന്നു. അല്ല ഒരു കളി എന്നല്ല, ഒരു സീസൺ ക്ലോപ്പിനെക്കാളും ക്ലോപ്പിന്റെ ലിവർപൂളിനെക്കാളും ബെറ്റർ ഫോമിലാണ് ആർനെ സ്ലോട്ടിന്റെ ലിവർപൂൾ കറന്റ്ലി. യെസ്, ഐ തിങ്ക് സോ. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ ക്ലോപ്പ് ഉള്ള സമയം ക്ലോപ്പിന് എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഗോർഡിയോളയുടെ സിറ്റി എന്ന് പറഞ്ഞാൽ കാരണം
ഒരു സീസൺ ലിവർപൂൾ 98-96 പോയിന്റ് അടിച്ചിട്ട് പോലും കപ്പടിക്കാണ്ട് പോയി സീസൺ ഉണ്ട്. അങ്ങനെ പല സീസൺ സിറ്റി ആയിട്ട് ജസ്റ്റ് അങ്ങനെ സീസൺ ഉണ്ട്. അപ്പോ ക്ലോപ്പിന് അവിടെ ടഫ് കൊടുക്കാൻ ഒരാളുണ്ട്. ഇപ്പൊ ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ ആർനെ സ്ലോട്ടിന്റെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. കഴിഞ്ഞ കൊല്ലം ആഴ്സണലും സിറ്റിയും 2 പോയിന്റിന്റെ വ്യത്യാസത്തിനായിരുന്നു. കഴിഞ്ഞ ആഴ്സണലും ഈ സീസണിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇപ്പൊ ഈ സീസൺ നമ്മൾ ഇങ്ങനെ പറയാനുണ്ട്, കഴിഞ്ഞ സീസൺ എടുത്തു കഴിഞ്ഞാൽ ലിവർപൂൾ തന്നെ ഇടുന്ന് ഇപ്പോ മാച്ച് ഡേ 20 കഴിയുമ്പോ ഫസ്റ്റ് അല്ലടാ. അപ്പോ കഴിഞ്ഞ സീസൺ ലിവർപൂൾ ഫസ്റ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്ത് ഈ പറഞ്ഞതുപോലെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ക്ലോപ്പിന്റെ ലാസ്റ്റ് സീസൺ ആയത് കൊണ്ട് ഒരു പക്ഷേ ലിവർപൂൾ എന്തുകൊണ്ടും പ്രീമിയർ ലീഗ് അടിക്കുമെന്ന്. കാരണം അടിച്ചില്ല, അതുകൊണ്ട് കളഞ്ഞ്. സെക്കൻഡും ആയില്ല, തേർഡായി പോയി ലിവർപൂള്. അതൊരു വലിയ സംഭവം തന്നെയാണ്. അതേപോലെ പിന്നെ ആഴ്സണലിനെ കഴിഞ്ഞ സീസൺ ആഴ്സണലിന്റെ ഇന്ന സ്റ്റേജ് വരെ ഫസ്റ്റ് വെക്കണായിരുന്നു, അവസാനവും കൊണ്ട് ഈ ബോട്ടിൽ ചെയ്ത്. അതേപോലെ ലിവർപൂള് ബോട്ടിൽ ചെയ്യും. ഈ പറഞ്ഞതുപോലെ ഇത് സലയുടെ ലാസ്റ്റ് സീസൺ മോസ്റ്റ്ലി, അർണോൾഡിന്റെ ഉറപ്പാണ് ലാസ്റ്റ് സീസൺ ആണെന്ന്, വാൻഡേക്കിന്റെ അറിയൂല. അപ്പോ ലിവർപൂളിന്റെ ക്ലോപ്പിന്റെ ടൈമിലുള്ള ഒരു ക്ലോപ്പറയിൽ ഉണ്ടായ 3 മെയിൻ പില്ലേഴ്സിന്റെ മോസ്റ്റ്ലി ലാസ്റ്റ് സീസൺ ആണ്. ഈ സീസണിൽ ഈ പറഞ്ഞതുപോലെ ലിവർപൂൾ ബോട്ടിൽ ചെയ്യൂ. പിന്നെ അത് കണ്ടു തന്നെ അറിയണം. ബോട്ടിൽ ചെയ്യാനുള്ള അവസ്ഥ എന്താ പറയുക, ചാൻസസ് കുറവാണ്. പക്ഷേ എന്നാൽ പോലും വിചാരിക്കാത്ത ടീംസ്, നോട്ടിങ്ങം ആരെങ്കിലും വിചാരിച്ച ജെയ്മി കാരഗർ ഉണ്ടല്ലോ, മെയിൻ ഫുട്ബോൾ പണ്ടിട്ട് എന്താ പറയാ, ഫുട്ബോൾ കലക്കി പിടിച്ച ഇത്തവണ റെലിഗേറ്റ് ആയി പോകുന്ന ടീമാണ് നോട്ടിങ്ങം. എവിടെ തേർഡ് കിടക്കണ്. ഇനിയിപ്പോ എല്ലാ കളിയും തോറ്റാലും പോകില്ല തോന്നുന്നു. ഇനിയിപ്പോ എല്ലാ കളിയും തോറ്റാലും പോകില്ല. എങ്ങനെ പോകാൻ 40 പോയിന്റ്. പിന്നെ ആ ഒരു പ്രൈസ് പാക്കേജസ് ആണ്. അല്ല ന്യൂകാസിൽ ആ ഒരു 5 to 10 അതിന്റെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ സിറ്റി ഇത്രയും കളി തോറ്റിട്ടും 6ാമതുണ്ട്. അത് നമ്മളെ ഹാഫ് ഡേ ആയിട്ടുള്ളൂ, പകുതി ആയിട്ടുള്ളൂ. സിറ്റി എപ്പോഴും അവസാനം കയറി വരാറ്. ഇപ്പൊ പോയിന്റ് നോക്കുകയാണെങ്കിൽ 12 പോയിന്റ് വ്യത്യാസമുണ്ട്. ലിവർപൂളിന് ഒരു കളി കുറവുണ്ട്. പക്ഷെ പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് 2-3 തോൽക്കാൻ ഇത്ര പാടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പാടുമില്ല. എന്റെ ടീമിന് തിരിച്ച് ലീഗ് അടിക്കാൻ ചാൻസസ് ഉണ്ട്. ഞാനിപ്പോഴും പറയണ് ആഴ്സണൽ കപ്പടിക്കും. 6ാം സ്ഥാനത്ത് ലീഗ് അടിക്കാൻ മറ്റേ സാധനം എന്താ പറയാ, ഈ ഒളിച്ച് പുറകെ വരില്ലേ, അങ്ങനെയാ അവസാനം കൊണ്ട് കളയും ചെയ്യും. പക്ഷെ എനിക്കെന്തോ ഇപ്പോഴും ലിവർപൂൾ അടിക്കൂലെന്നൊരു ഉറപ്പ് കിട്ടാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. എനിക്ക് കപ്പടിക്കുന്നേക്കാൾ കൂടുതൽ സല പോകുന്നതിനെ കുറിച്ചാ. സല കഴിഞ്ഞ കളിയും കൂടി പറഞ്ഞു ഒരു ഉറപ്പില്ല നിൽക്കുമെന്ന്, ഒരു കോൺട്രാക്ട് ഓഫറും വന്നിട്ടില്ല എന്ന്. എന്നിട്ട് ലിവർപൂൾ ഫാൻസ് യുണൈറ്റഡ് ആയിട്ടുള്ള കളിയിൽ മറ്റേ ബോർഡിങ് ചാൻഡ് വെച്ച് കോൺട്രാക്ട് കൊടുക്കാൻ നിങ്ങൾ എന്ത് നോക്കിയാ നിക്കണേന്ന്. സലക്ക് കോൺട്രാക്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കോൺട്രാക്ട് കൊടുക്കാനാണ്? ഇപ്പോ സലന കോൺട്രാക്ട് കൊടുത്തില്ല എന്ന് വിചാരിക്കും. ഒരു സെക്കൻഡ്, ഒരു കാര്യം പറയട്ടെ. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്, മിക്കവർക്കും അറിഞ്ഞൂടാ. ക്ലോപ്പിന്റെ സമയത്ത് സലക്ക് ക്ലോപ്പിന്റെ റീപ്ലേസ്മെന്റിനൊക്കെ ഉണ്ട്, അവർ റൈറ്റ് വിങ്ങി കളിക്കാനായിട്ട്. ആരാന്നറിയോ? ഇപ്പത്തെ ഒരു ഗോട്ടാണ് ഭാഗ്യം. ലോണി പോയേക്കല്ലേ? ഇല്ലില്ല, യുണൈറ്റഡ് തന്നെ ഉണ്ട്. പോയിട്ടില്ല, ലോൺ ഓഫറുകൾ പഞ്ഞുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ആന്റണി അറ്റ് ലിവർപൂൾ. ചിലപ്പോ ഒരു പക്ഷെ അയാക്സി കളിച്ച കളി ഉണ്ടായിരുന്നെങ്കിലോ. എനിവേസ് പറഞ്ഞാണ്. അപ്പൊ നീ പറ, സല പോണാണ് നിന്റെ വിഷമം. അല്ല ഇത്രയും ജെറാർഡ് പോയതിനു ശേഷം പിന്നെ ലിവർപൂൾ ഒരു ലെജൻഡ് സലയുടെ ഈ പറഞ്ഞ ലിവർപൂൾ എടുത്തു കഴിഞ്ഞാൽ ടോറസ്, ജെറാർഡ്, സ്വാറസ്, സല, വാൻഡൈക്ക്. ജെറാർഡ് റിട്ടയറിന് ശേഷം പിന്നെ അത്ര കാലത്തെ കളി എടുത്ത മെയിൻ ആള്. അല്ല ഇപ്പൊ നമ്മ ഇത്രയും പേരെ പറഞ്ഞു, ടോറസിനെ പറഞ്ഞു, സ്വാറസിനെ പറഞ്ഞു, ജെറാർഡിനെ പറഞ്ഞു. ജെറാർഡ് അത്രയും കൊല്ലം കളിച്ചതുകൊണ്ടായിരിക്കും ഒരു പടി മുകളിൽ. പക്ഷേ ഇമ്പാക്ട് ഉണ്ടാക്കിയത് ആരാ? ട്രോഫി നേടിക്കൊടുത്താലെന്ന് വെച്ചാൽ സല തന്നെയാണ്. ഞാൻ പറയണ ഈ സല ഈ പറഞ്ഞ ഇതിന്റെ ഏറ്റവും അടിയിലായിരിക്കില്ല, ഒരു ടോപ്പ് 3 ഈ പറഞ്ഞ ടോപ്പ് 3 പറഞ്ഞൊരു അൺഡൗട്ടഡ്ലി അതൊരു ഡൗട്ടും ഇല്ല. ഈ ലിസ്റ്റ് ചെയ്ത പ്ലെയറിൽ ടോപ്പ് 3 ഉണ്ടാവും. ഈ ലിസ്റ്റ് ചെയ്ത പ്ലെയറിനെ ഞാൻ പറയണേ 1 എന്ന് പറയുള്ളൂ. ജെറാർഡിനേക്കാളും മുകളിലുള്ള സ്ഥലം തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ലിവർപൂളിൽ അത്രക്കും വലിയൊരു എന്തായാലും പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ലിവർപൂൾ എന്തായാലും കോൺട്രാക്ട് പുതുക്കണ ലക്ഷണം കാണുന്നില്ല. സോ ലിവർപൂൾ ഒരു പുതിയൊരു ആ ഒരു മൂഡാണ് പിടിക്കണത്. കാരണം അലിസൺ പോവും അടുത്ത സീസൺ, പുതിയ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രായമായവരാണ്, ആ ഒരു കൺസിഡറേഷൻ. ഓൾറെഡി ലോഡ് ഫോർവേഡ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. പക്ഷെ പ്രായം 32 വയസ്സൊക്കെ ഒരു പ്രായമാണ്.
പിന്നെ 3-4 കൊല്ലം കൂടി കളിക്കുക, പീക്കിലും കൂടിയാണ് ഇപ്പോ. കൂടെയാണ്. ഈ പറഞ്ഞ ക്രിസ്ത്യാനോ മെസ്സിയൊക്കെ 32 വയസ്സിലായിരുന്നു പീക്കിൽ നിന്ന്. ലെവൻഡോസ്കി വരെ, ബെൻസിമ എത്രാം വയസ്സിലെ ബാലൻഡിയോർ അടിച്ച്. അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോ കളയേണ്ട പക്ഷെ ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ല. ലിവർപൂള് ഇത് പുതുക്കണല്ലോ വിചാരിക്കും. സോ ഈ കാണുന്ന ടീമുകളെല്ലാം സ്ഥല കോൺട്രാക്ടിന് വേണ്ടി നിൽക്കണായിരിക്കും. അങ്ങനെ ചോദിച്ചാ ഞാൻ ഇപ്പൊ ഒരു കേസ് പറയാം. ഇപ്പൊ റയൽ മാഡ്രിഡ് പോകൂല സ്ഥലക്ക് വേണ്ടി, ബാഴ്സലോണ പോകൂല, ബേജസ് താങ്ങാത്തോണ്ട്. സ്ഥലം റെയിൽ പോയില്ല. പിന്നെ സ്ഥലക്ക് ഒരു ഇത്ര വേജ് ഉണ്ട്. ആ വേജ് താങ്ങണ ക്ലബ് എന്ന് പറഞ്ഞാൽ ചെൽസി, യുണൈറ്റഡ്, ലിവർപൂളോട്ട് എന്തായാലും സ്ഥലം വേറൊരു പ്രീമിയർ ലീഗ് ക്ലബിൽ പോകൂല. അപ്പോ ജർമ്മനി എടുത്തു കഴിഞ്ഞാൽ ബയണൊന്നും താങ്ങൂല. കറങ്ങി തിരിഞ്ഞ് ചുരുക്കി കൂട്ടി വന്ന ഒറ്റ ക്ലബേ ഉള്ളൂ, PSG. വേറെ ഏതുള്ള നീ പറ. AC മിലാന്, ഇന്റർ മിലാൻ അങ്ങനെ ക്ലബ്ബുകൾക്ക് സാലയുടെ വേജ് താങ്ങൂലടാ. പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്ക് സാലയുടെ വേജ് താങ്ങൂല. പിന്നുള്ള റയലാണ്, PSG ആണ്. ബാഴ്സ പോയി കിടക്കണാണ്. ഫ്രീ ഏജന്റ് ആയിട്ട് വന്നാലും രജിസ്റ്റർ ചെയ്യണ്ടേ? ആ ഒരു ഫാക്ടർ വരുമ്പോൾ പിന്നുള്ള സൗദിയാണ്. അത് പിന്നെ സൗദി അത്രക്കും വലിയ ഓഫർ വല്ലതും പച്ച് അതും പറയാൻ പറ്റൂല. കാരണം ഇപ്പോൾ അൽ ഹിലാൽ ടീം എടുത്തു കഴിഞ്ഞാൽ നെയ്മർ മോണാണ്. അപ്പൊ അവിടെ ഒരു ഐക്കോണിക് പ്ലെയറിനെ അവർക്ക് വേണം. ക്രിസ്ത്യാനോടെ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ക്രിസ്ത്യാനോ അൽ ഹിലാലിൽ പോകുന്നും പറയാനുണ്ട്. അതൊന്നും പറയാം. കാരണം സൗദി തന്നെ മെയിൻ 4 ടീമുകളുണ്ടല്ലോ, അതും ഒറ്റ ഓണറിനെ ആയതുകൊണ്ട്. പിന്നെ അൽ ഹിലാലിന്റെ കോച്ചിന് ക്രിസ്ത്യാനോ ഭയങ്കര ഇഷ്ടമാണ്, പോർച്ചുഗീസുകാരനെ തന്നെയാണ്. പിന്നെ വേറെ റൂമർ ഉണ്ട്, ക്രിസ്ത്യാനോ ടു സിറ്റി. ഞാൻ കണ്ടറിയാം, ഞാനിപ്പോ വന്നൊഴി ആശിക്കിനെ കാണിച്ചു കൊടുത്തു സിറ്റി. പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല. യുണൈറ്റഡ് അത്ര ആട്ടി ഇറക്കി വിട്ടിട്ട് ഒരു വന്നിട്ടെങ്ങാനും അടിച്ചു കഴിഞ്ഞാ നല്ല നിങ്ങളെ മറ്റേ റൊണാൾഡോയുടെ അച്ഛൻ സമ്മതിക്കൂല. അല്ല, ഫെർഗസനെ പുറത്താക്കിയല്ല പിന്നെ. അപ്പോ പറഞ്ഞ പോലെ പക്ഷെ എനിക്ക് തോന്നലില്ല അങ്ങനെ സിറ്റിയിലോട്ട് ഇനി വരുമെന്ന്. ഇനി യൂറോപ്പിലോട്ട് ഒരു കം ബാക്ക് ഉണ്ടെങ്കിൽ അത് സ്പോർട്ടിംഗ് ലിസ്ബണിലോട്ടായിരിക്കുമല്ലോ റിട്ടയർമെന്റിന് വേണ്ടി. അല്ലാണ്ട് എങ്ങാനും വന്നു കഴിഞ്ഞാ മോനെ എന്തിലോട്ട്, സിറ്റിയിലോട്ടോ? പക്ഷെ എനിക്ക് ആഗ്രഹമില്ല യുണൈറ്റഡിലേക്ക് കണ്ട്. യുണൈറ്റഡിൽ തന്നെ തിരിച്ചു വരാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. അല്ല എടാ, കപ്പടിക്കണ്ട. അല്ല, അത് ടെൻ ഹാഗ് ആയിരുന്നു അപമാനിച്ചു വിട്ട്. അല്ലാണ്ട് പ്ലെയേഴ്സ് ആയിക്കോട്ടെ, ഫാൻസ് ആയിക്കോട്ടെ, എല്ലാവരും ക്രിസ്ത്യാനോനെ സപ്പോർട്ട് ചെയ്ത് വെക്കണം. ഇതിനു മുമ്പ് റിട്ടയർ ആയി പോയ മറ്റേ റോയ്ക്കീൻ ആയിക്കോട്ടെ, ഫെർഡിനാഡ് ആയിക്കോട്ടെ, സ്കോൾസ് ആയിക്കോട്ടെ, എല്ലാവരും ക്രിസ്ത്യാനോനെ സപ്പോർട്ട് ചെയ്ത് വെക്കണം. ഒരാൾ ഇതിൽ പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോയുടെ ഇന്റർവ്യൂവിന് ശേഷം ക്രിസ്ത്യാനോ ക്ലബ് വിട്ട് പോയപ്പോൾ റോയ്ക്കീൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഈ കുറച്ചു കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻ ഹാഗിനെ എല്ലാവരും മറക്കും, പക്ഷെ ക്രിസ്ത്യാനോനെ ആരും മറക്കൂല. അന്ന് ഈ വാക്കുകൾ നിങ്ങൾ ഓർക്കും ക്രിസ്ത്യാനോ പറഞ്ഞത്. ഉള്ളത് തന്നെയല്ലേ ഇപ്പൊ നടന്നേ. ടെൻ ഹാഗ് പോയി, ക്രിസ്ത്യാനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം ശരിയുമായി. അതാ വേറെ കേസ്. അപ്പോ മാനേജ്മെന്റിന്റെ അകത്ത പ്രശ്നം തന്നെയാണ്. യുണൈറ്റഡിന്റെ കേസ് പറയാനുണ്ട്. ഞാൻ പറയാം, ഫെർഗസന് ശേഷം ഡേവിഡ് മോയിസ്, ഒലെ, മൊറീനിയോ, ടെൻ ഹാഗ്, അതിന്റെ ഇടയിൽ മറ്റേ കോച്ചസ് ഉണ്ടായിരുന്നു, റാഗ്നിറിക്ക്, അതേപോലെ തന്നെ മൈക്കൽ കാരിക്ക്, ഇപ്പോ വാൻഡർ വാട്ട്, വാനോസ്ട്രോയ്. അപ്പോ അങ്ങനെ പല പല കോച്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഇടയില് നമുക്കൊരു ഇത് തോന്നിയത് മൊറീനോനായിരുന്നു. പിന്നെ ഒലയുടെ കീഴിലും അത്യാവശ്യം നല്ല ഫുട്ബോൾ തന്നെയായിരുന്നു. ടെൻ ഹാഗ് വന്ന സമയം മലമറിക്കുമെന്നാണ് വിചാരിച്ച്. ഇത്രയും കോച്ചസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോശം സീസൺ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ റൂമൻ അമൗണ്ടത്തിനാണ് അൺഡൗട്ടഡ്ലി. പക്ഷേ ഇപ്പോൾ എല്ലാ ക്ലബ്ബുകൾക്കും ഒരു പാറ്റേൺ ഉണ്ടാവും. ബാഴ്സലോണക്ക് ടിക്കറ്റാക്കാം, റയലിന് കൗണ്ടർ. യുണൈറ്റഡ് ആണെങ്കിൽ ആ ഒരു ഫെർഗസന്റെ സമയം തൊട്ടുള്ള ഒരു 4-3-3. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒലെ, മൊറീനിയോ, ടെൻ ഹാഗ് ഇവരെല്ലാം 4-3-3 ഫോർമേഷൻ. യുണൈറ്റഡ് വർഷങ്ങളായിട്ട് ആ ഒരു ഫോർമേഷനിൽ കളിക്കുന്നതാണ്. ആ ഒരു സംഭവത്തിന് റൂബൻ അമോറം പൊളിച്ചടക്കണേണ്. പുതിയൊരു അടിത്തറ കെട്ടണേണ്. 3-4-3 എന്ന് പറഞ്ഞ 3-4-2-1 എന്ന് പറഞ്ഞ ഫോർമേഷൻ. അപ്പോൾ ആ ഒരു ഫോർമേഷനിലോട്ട് യുണൈറ്റഡ് ഒന്ന് സ്യൂട്ടായിട്ട് വരാൻ ടൈം എടുക്കും. ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയണ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ എഴുതി വെച്ചോ, ഫെർഗസന് ശേഷം ഏറ്റവും സക്സസ്ഫുൾ ആവാൻ പോണ കോച്ച് റൂബൻ അമോർ ആയിരിക്കും അൺഡൗട്ടഡ്ലി. റൂബൻ അമോറിന്റെ കീഴിൽ ഇനി സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ഫെർഗസൺ ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വരും. എനിക്ക് തോന്നണില്ല. പോർച്ചുഗീസ് ആയതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പോർച്ചുഗീസിനും യുണൈറ്റഡിനും എപ്പോഴും അത്യാവശ്യം നല്ല ഇടുന്നുണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനോ എടുത്തോ ടോപ്പായിരുന്നു, നാനി എടുത്തോ ടോപ്പായിരുന്നു, ബ്രൂണോ വന്ന സമയത്ത് എന്തായിരുന്നു, തീപ്പൊരിയായിരുന്നു. ശരിയാണ്. അപ്പോ കണക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷേ എല്ലാത്തിലും ഉപരി റൂബൻ അമോറത്തിന്റെ സ്പോർട്ടിംഗ് ലിസ്ബണിലെ കളികൾ കണ്ടു കഴിഞ്ഞാൽ എന്തിന് ലിവർപൂൾ ആയിട്ടുള്ള കളി ആരെങ്കിലും വിചാരിച്ച ആ ഒരു, കാരണം അത്രയും മോശമായിട്ട് അത്രയും കളികൾ കളിച്ചു വന്നിട്ട് ലിവർപൂൾ ആയിട്ട് ആ കളി യുണൈറ്റഡ് ജയിക്കേണ്ട കളിയായിരുന്നു.
ഞാൻ ആ കളി യൂണിറ്റിൽ 5 കിട്ടുന്ന വേണ്ടി ഞാൻ കളി അത് ഹാരി മഗ്വയർ അങ്ങനെ അത് അടിച്ചിട്ട് ജയിച്ചെങ്കിൽ. പക്ഷെ ഹാരി മഗ്വയറിന്റെ കേസ്, ഈ ഹാരി മഗ്വയർ എന്ന് പറഞ്ഞ പ്ലെയറിന് കിട്ടിയ ക്രിറ്റിസിസവും ഡൗൺ ഗ്രേഡും ആ ഒരു ബൂവും തെറിവിളിയും അതേപോലത്തെ ഒരു പ്ലെയർ ഈ പറഞ്ഞ നമ്മുടെ ഈ ഡെക്കേഡിൽ ഉണ്ടാവില്ല. എന്നിട്ടും പുള്ളിക്കാരൻ ഇതൊന്നും വകവെക്കാണ്ട് മൈൻഡ് ചെയ്യാണ്ട് ഒറ്റക്ക് തിരിച്ചു വന്ന് ഇപ്പൊ ആ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി കളിക്കണേൽ യുണൈറ്റഡിന്റെ ബെസ്റ്റ് ഡിഫൻഡർ ആരാന്ന് വെച്ചാൽ ഹാരി മഗ്വയർ എന്ന് പറയുള്ളൂ. ആ ലിവർപൂൾ ആയിട്ടുള്ള കളി തന്നെ ഹാരി മഗ്വയറിനെ ഞാൻ സമ്മതിച്ചു. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ എന്താ പറയാ, വാഗുണ്ടല്ല കളിച്ചുകൊണ്ട് കാലുകൊണ്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. നോ ഹൈറ്റ് ഓൺലി ലവ്, അത്രയും പറയാനുള്ളൂ. പ്യൂർ എന്താ പറയാ 100% റെസ്പെക്ട് ഹാരി മഗ്വയർ. ആയിക്കോട്ടെ. ഇനിയിപ്പോ പ്രീമിയർ ലീഗ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. പ്രീമിയർ ലീഗ് ഞാൻ വേറെ ന്യൂസ് ആയിട്ടായിരുന്നു ലിവർപൂളിന്റെ. എന്താണ് എലോൺ മസ്ക് മേടിക്കാൻ പോണെന്ന് മസ്കിന്റെ ഫാമിലിയില് ആൾക്കാർ അവിടെ ഉണ്ടെന്ന്. അത് ലിവർപൂളില് എലോൺ മസ്കിന്റെ കാര്യങ്ങളാണ്. നമ്മുടെ എലോൺ മസ്കിന്റെ കാര്യങ്ങള് ഫാമിലി മീറ്റ്സ് ഒക്കെ ലിവർപൂളിലുണ്ട്. പിന്നെ എലോൺ മസ്കിന്റെ കൊച്ചിന് ലിവർപൂളില് താല്പര്യമുണ്ട് ടീം സൈൻ ചെയ്യാൻ. ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. യുണൈറ്റഡിന്റെ ഖത്തറിലെ ഒരു രാജാവുണ്ട്, രാജാവിന്റെ ഒരു കസിൻ. അവിടുത്തെ ആർക്ക് യുണൈറ്റഡ് ഇഷ്ടമായിരുന്നു, യുണൈറ്റഡിന്റെ മക്കൾക്കും യുണൈറ്റഡിന് ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരൻ അങ്ങനെ മേടിക്കാൻ വന്ന് 5 ബില്യൺ ടേബിളിൽ വെച്ച്. അപ്പോൾ ഉമർക്ക് അഹങ്കാരം 7 ബില്യൺ വേണമെന്ന്. അങ്ങനെ അത് റിജക്റ്റ് ആയി പോയതാണ്. അല്ലെങ്കിൽ ഖത്തർ പോയി മേടിച്ചെങ്കിൽ യുണൈറ്റഡ് ഇപ്പോൾ എവിടെ എത്തിയേനെ? ആ ക്ലബ്ബ് മൊത്തം അത് ക്ലബിന്റെ കടങ്ങൾ ഫുള്ളായിട്ട് തീർത്തിട്ട് ഇത്രയും കാശ് കൊടുക്കാന്ന് പറഞ്ഞാണ്. അത് കുറച്ചാൾ കൂടി 3-4 കൊല്ലം അതിനുള്ള ഒന്നേക്കുന്നല്ലേ. ക്രിസ്ത്യാനോ എന്നേക്കാളും മുമ്പായിട്ട് അങ്ങനെ സംഭവമായിരുന്നു. പക്ഷേ അത് അവർ കൊടുക്കാണ്ടാണ് ഇപ്പോൾ ഈ ന്യൂസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് ഒരു വിഹിതം കൊടുത്തു, ഒരു 25% 20 ഷെയർ വിറ്റ്. എന്നിട്ട് ഇപ്പോൾ ഗ്ലേസേഴ്സ് എന്താ പറയാ ഫുട്ബോളിംഗ് ഡിസിഷൻസിലില്ല. ഫുട്ബോളിംഗ് ഡിസിഷൻസ് മൊത്തം ഈ സർ ജിം എന്താണ് റാഡ്ക്ലിഫ് പേര് ഓർക്കണേട്ടാ, പുള്ളിക്കാരൻ്റെ കീഴിലാണ് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഫുട്ബോളിംഗ് ഡിസിഷൻ നടത്തണം. പുള്ളിക്കാരനാണ് ഫെർഗസന്റെ സാലറി കട്ട് ചെയ്തത്, ടണലി വരൽ നിർത്തിയത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേക്കണം. ഇപ്പോൾ റിസൾട്ട് ഉണ്ടായാൽ മതി, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാനാ. എനിക്കെന്തോ യുണൈറ്റഡിന്റെ ബാഡ്ജിന്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ബാഡ്ജിന്റെ പ്രശ്നം ഹെഡ് ചെകുത്താൻ വെച്ചിട്ടാണ്. അപ്പൊ ഇത്ര നാൾ അടിച്ചപ്പോ ചെറുതാന്നുണ്ടായിരുന്നില്ല. ചിലപ്പോ ഇനി പോയ വേറെ വല്ല കൂടോത്രം വെച്ചിട്ടാണെങ്കിൽ ആരെങ്കിലും ആർക്കറിയാം. ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിൽ മാറില്ല, ലീഗയിലോട്ട് പോയാലോ. ലീഗ സാവി ഓർ ഹാൻസി ഫ്ലിക്ക് 100%. പക്ഷേ ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ സീസൺ എടുത്തോ, കഴിഞ്ഞ സീസൺ ലാലിഗ ടേബിൾ ഇത്രയും മാച്ചസ് എടുത്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ റയൽ 48 പോയിന്റ്, ജിറോണ 48 പോയിന്റ്, ബാഴ്സലോണ 41 പോയിന്റ്, അത്ലറ്റിക്കോ 38 പോയിന്റ്. ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ റയൽ 41, അത്ലറ്റിക്കോ 38, ബാഴ്സലോണ 35. അങ്ങനെയല്ലേ പറഞ്ഞത്? തെറ്റുണ്ടോ? നമുക്ക് ക്ലിയർ ആക്കാം, ഒരു മണ്ടത്തരം പറയണ്ടല്ലോ. ബാഴ്സലോണ കറക്റ്റ് ആണ്. റയലും 43. അപ്പൊ കഴിഞ്ഞ എന്താ പറയാ കഴിഞ്ഞ മുമ്പത്തെ സീസൺ എടുത്ത് കഴിഞ്ഞാൽ റയൽ 48, ജിറോണ 48, ബാഴ്സലോണ 41, അത്ലറ്റിക്കോ 38. ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ റയൽ 43, അത്ലറ്റിക്കോ 41, ബാഴ്സലോണ 38. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണേക്കാളും 3 പോയിന്റ് കുറവ് ബാഴ്സലോണക്കും, റയലിനാണെങ്കിൽ 5 പോയിന്റ് കുറവും. പക്ഷേ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണ ഫാൻസ് അവകാശപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ദ ക്യാമ്പയിൻ, ബെസ്റ്റ് സീസൺ അങ്ങനെ തന്നെ ഇരുന്ന് ഇല്ല എന്ന് പറയണില്ല. പക്ഷെ പകുതിക്ക് വെച്ച് എന്ത് സംഭവിച്ചു? പകുതിക്ക് വെച്ച് എന്ത് സംഭവിച്ചതിനേക്കാൾ പകരം ഞാൻ ഒരു കാര്യം പറയാം. തോറ്റേക്കുന്നത് ചെറിയ ടീംസൊക്കെ ആയിട്ടാണ്, ജയിച്ചേക്കുന്നത് ബിഗ് മാച്ചസ് ജയിച്ചിട്ടുണ്ട്. റയലായിട്ട് ജയിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ ബയർനായിട്ട് ജയിച്ചു, പിന്നെ ഒരു ടീം കൂടെ ഉണ്ടായി. അതായത് ബിഗ് മാച്ചസ് ജയിക്കുന്നുണ്ട്. പക്ഷെ ഈ ചെറിയ കളിയിലാണ് പ്രശ്നം പറ്റുന്നത്. നീ നേരത്തെ ചോദിച്ചിട്ട് സാവി ഒരു ഫ്ലിക്ക് എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് ഞാൻ ഫ്ലിക്ക് തന്നെ പറയുള്ളൂ. പക്ഷെ സാവി നിങ്ങൾക്ക് കപ്പടിച്ചു തന്നില്ലേ? കപ്പടിച്ചു തന്നു. ഒരു കപ്പ് എത്ര? ഇത് എടാ സീസൺ തീരട്ടെ, പകുതി സീസണിൽ കപ്പടിക്കാന്ന് വെച്ചാൽ കളിക്കട്ടെ. ഈ പറഞ്ഞ പോയിന്റ് 5 പോയിന്റ് വ്യത്യാസമുണ്ട്. റയലും ബാഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ലറ്റിക്കോ അത്യാവശ്യം നല്ല ഫോമിൽ തന്നെ കളിക്കുമ്പോൾ കിടിലം ഫോമാ. റയലിന് ഇനി കളി അത്ലറ്റിക്കോ ആയിട്ടുണ്ട്, ബാഴ്സ ആയിട്ടുണ്ട്. അത് 2 കളി നമ്മളിപ്പോ റയലിന്റെ ഡൗൺഫോളാണ് നോക്കാൻ പോകുള്ളൂ. അവിടെ 3 കളി 2 കളി തോറ്റ 6 പോയിന്റ് പോയി. അവിടുത്തെ ബാഴ്സക്ക് വേണമെങ്കിൽ കേറാം. പക്ഷേ ഇപ്പൊ എന്താ പറയാ, മറ്റേ ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര ഓടിക്കാൻ നോക്കണ ചെന്നായി എന്ന് പറയൂലേ, അത്ലറ്റിക്കോയുടെ സീൻ അതായിരിക്കും. അത്ലറ്റിക്കോ ആ സീന. കാരണം എല്ലാവരും റയലും ബാഴ്സ പറഞ്ഞ ഫോക്കസ് ചെയ്യുമ്പോ ഉള്ളിൽ ഇപ്പൊ ബെസ്റ്റ് ഓൺ ഫോം ടീം അത്ലറ്റിക്കോ ആണ്. പിന്നുള്ള കേസ് എന്ന് പറഞ്ഞാൽ
റയലിന് ഈ പറഞ്ഞ പോലെ റയൽ ചാമ്പ്യൻസ് ലീഗിൽ ഒന്നും കൂടി പൊന്തി വരാനായിരിക്കും ഒന്നും കൂടി പ്രിഫറൻസ് കൊടുക്കുക എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ ഔട്ട് ആയാലും ലാലിഗയിലോട്ട് ഫോക്കസ് വരുള്ളൂ. ബാഴ്സലോണ എല്ലാത്തിലും ഒരേപോലെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത്ലറ്റിക്കോ ആയിക്കോട്ടെ ഫുൾ ഫോക്കസ് എൻ്റെ ഒരു ഇതിൽ ലാലിഗ തന്നെ കൊടുക്കണം. കാരണം എന്തായാലും ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പോകുള്ളൂ. സിമിയോണി സൈനിങ്സ് നടത്തിയ സമയം നമ്മൾ ക്രിറ്റിസിസം ചെയ്ത് ആൽവറസ് കളിക്കണില്ല, മറ്റേ കാലഗർ കളിക്കണില്ല, സോർലാൻഡ് ഈ പറഞ്ഞ പോലെ. പക്ഷേ പക്ക സൈനിങ്സ് ആ സിമിയോണി എന്താ പറയാ പണി അറിഞ്ഞിട്ടാ പണി നടത്തിയേക്കണത് സിമിയോണി. നല്ല പക്ഷം. പക്ഷെ സിമിയോണി മാറും എന്ന് പറയുന്നുണ്ട് പുതിയ കോച്ചായിട്ട്. സിമിയോണിനൊക്കെ വേറൊരാളെ എനിക്ക് ഇത് ഇമാജിൻ ഇത്രയും വർഷങ്ങളായിട്ട്. പക്ഷെ ഇപ്പൊ ബാഴ്സലോണയിൽ വർഷങ്ങളായിട്ട് ഗോർഡിയോള ഉണ്ട്, പകരം വേറെ കോച്ചസ് വന്ന്. പക്ഷെ ഇപ്പൊ പുതിയ വരാൻ പോണ കോച്ച് അത്ലറ്റിക്കോ ഒരു പഴയ പ്ലെയർ തന്നെയാണ്. പണ്ട് ഇത് ഇങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ ഇങ്ങനെയാണ്. ഫെർണാണ്ടോ ടോറസ് ഒരു പറയണേ. ഫെർണാണ്ടോ ടോറസ് ബി ടീമിന്റെ കോച്ചാണല്ലോ. ഫെർണാണ്ടോ ടോറസ് ഇപ്പൊ ഒരുമാതിരി ജോൺസീനെ പോലെ നിൽക്കുന്നുണ്ട്. സീസൺ കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ത് തോന്നണ്? എന്റെ മുടി പോകും തോന്നുന്നുണ്ട്. ഇല്ല അത്ലറ്റിക് അടിച്ച് കഴിഞ്ഞാൽ പോകൂല. എനിക്കും പേടിയുണ്ട്. ഇവന് ഇത്ര വളർത്തിയിട്ട് ഇതിന് വെട്ടി. ഇവൻ എന്തായാലും കുറച്ചാൾ അതിനെ വെട്ടാൻ നിൽക്കണായിരുന്നു. എന്റെ വളർന്ന് വന്നുള്ളൂ. ബസ്കട്ട് പക്ഷെ ചെറിയ പെറ്റാന്ന് ഞാൻ പറയുള്ളൂ. എന്നാ മുട്ടടിക്കും. ഇല്ല കളറേ ശരി ഓപ്പോസിറ്റ് ടീമിന്റെ കളർ ചെയ്യണം. വാർസ പർപ്പിള് വെള്ളയും മഞ്ഞ. ശരി അത്ലറ്റിക്കോ ജയിച്ചാ നീ ചൊമ്പ നീലടിക്കോ? അത്ലറ്റിക്കൊന്നല്ല, ചെൽസി കപ്പടിച്ചില്ലെങ്കിൽ നീ നീല കളർ അടിക്കും കൂടി. പയർ ചെൽസി കപ്പടിക്കൊന്നുമില്ല. അടുത്ത സീസൺ ആവട്ടെ, നമുക്ക് നോക്കാം. 20 കളി കഴിഞ്ഞു, ഇനി 18 കളി. 20 ഇനി 19 കളി. ഈ പറഞ്ഞ പോലെ എന്റെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് മാച്ചസ് പറയുമ്പോ റയല് ഊക്കോന്നും, നിന്റെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ മാച്ചസ് വരുമ്പോ ബാഴ്സലോണ ഇതാക്കുമെന്നാണ്. സീസൺ പോണോടത്തോളം കാണാം ഓപ്പോസിറ്റ്. പക്ഷേ എനിക്ക് ഇപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം സീസൺ തുടങ്ങിയ സമയം ബെല്ലിംഗ്ഹാം ഫോമിലായിരുന്നില്ല, എംബാപ്പെ സെറ്റ് ആയിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എംബാപ്പെ സെറ്റായി, ബെല്ലിംഗ്ഹാം സെറ്റായി, ഡിഫൻസ് സെറ്റായി വന്നുകൊണ്ടിരിക്കണം. ഇഞ്ചറീസും കഴിഞ്ഞ പ്ലേയേഴ്സ് തിരിച്ചു വന്നുകൊണ്ടിരിക്കണം. സോ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പേടിച്ചോ, നീ പേടിച്ചോ, മുടി വെട്ടിക്കോ കാണാം. പക്ഷെ എന്നാലും കോൺഫിഡന്റ് ഞങ്ങളുടെ ടീം തിരിച്ചു വരുമെന്നുള്ളത്. വരാണ്ട് എവിടെ പോവാൻ അല്ലേ? അല്ല ഇപ്പൊ എത്ര വർഷമായി പറഞ്ഞു? അങ്ങനെ പറയില്ല, കഴിഞ്ഞ മുതൽ ജയിച്ച കപ്പടിച്ചു. സാധി കപ്പടിച്ച കൊടുത്തിട്ടുണ്ടാ, നീ കളിയാക്കലേടാ. എത്ര കൊല്ലായിന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ 2018 സീസൺ 19 സീസൺ കഴിഞ്ഞപ്പോ മെസ്സി മറ്റേ പുതിയ ടീം അനൗൺസ് ചെയ്യൂല എല്ലാവരും സ്കോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോ സ്റ്റേഡിയത്തിൽ വെച്ച്. അപ്പോൾ ഒരു ഐക്കോണിക് സാധനം അടിച്ചേർന്നു. 11 കൊല്ലത്തില് 8 ചാമ്പ്യൻസ് കപ്പ് ലീഗ ടൈറ്റില്. അത് അതിന്റെ വാല്യൂ എന്താന്നുള്ള ഇപ്പൊ മനസ്സിലാവൂല, കുറച്ച് കിട്ടാണ്ടാകുമ്പോ മനസ്സിലാവുന്നു. ഇപ്പൊ കറക്റ്റാ സാധനം എല്ലാവരുടെ അവസ്ഥ. 11 കൊല്ലത്തില് 8 ലീഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. അത് ലോകത്തിലെ ഏറ്റവും വലിയ ടീം എന്ന് പറഞ്ഞ റയൽ കളിക്കുന്ന ലീഗില്. അതെ അതെ, അതും ചാമ്പ്യൻസ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 1 2 3 4 5 ബാഴ്സലോണ നല്ല ലാസ്റ്റ് വെച്ചാൽ 2015 10 കൊല്ലത്തിലൊരു ചാമ്പ്യൻസ് ലീഗ് വലിയ സംഭവമാണ്. അന്ന് 15ാമത്തെ കപ്പടിച്ചതിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് വിൽ കം ബാക്ക് ടു ക്യാമ്പ് നൗ. അത് പറഞ്ഞിട്ട് ഒറ്റക്ക് നിന്ന് കളിച്ച് സെമി ഫൈനൽ അവിടെ പോയി എത്തിച്ച. പക്ഷെ കാര്യം ഉണ്ടായില്ല, തോറ്റ്. എടാ അങ്ങനെ പറഞ്ഞ് ജയിപ്പിക്കാനും വേണം ഒരു കോൺഫിഡൻസ്. അതെ ഇനിയില്ലെങ്കിൽ പിന്നെ കൊണവർന്നു പോകാൻ നിൽക്കണ്ട. കൊതുകടിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ കുറെ നേരമല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കണിരുന്നു. എത്ര നേരം